നമസ്തേ, ഞാൻ വി.എസ്. കൃഷ്ണരാജ്. ഞാൻ രജനി. പുത്തമ്പുരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് ഒരുപാട് വാർത്തകൾ ഉള്ള ദിവസമാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുംഭമേളയിലെത്തുന്നു. അവിടെ സ്നാനം നടത്തും. ഡോക്ടർ മോഹൻ ഭാഗവത് RSS സർസംഘചാലക് ഇന്ന് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഒപ്പം ഡൽഹി വോട്ടിട്ട് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നിരവധി വാർത്തകൾ ഉള്ള ഒരു ദിവസമാണ്. നമുക്ക് പ്രധാന വാർത്തകൾ കണ്ട ശേഷം വരാം. ഡൽഹി പോളിംഗ് ബൂത്തിൽ 70 മണ്ഡലങ്ങളിൽ വിധിയെഴുത്ത്. ആം ആദ്മി പാർട്ടി പുതിയ വിവാദത്തിൽ. 5 ലക്ഷം രൂപയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 ജീവനക്കാർ പിടിയിൽ. പ്രധാനമന്ത്രി ഇന്ന് മഹാകുംഭമേളയിൽ. രാവിലെ 11-ന് ത്രിവേണി സംഗമത്തിൽ സ്നാനം. പ്രയാഗ്രാജിൽ വൻ സുരക്ഷ. ഗാസയെ ഏറ്റെടുക്കാൻ തയ്യാറെന്ന് ഡൊണാൾഡ് ട്രംപ്. മധ്യേഷ്യയുടെ റിവിയേറയാക്കാമെന്ന് വാഗ്ദാനം. വൈറ്റ് ഹൗസിൽ ട്രംപിനെ കണ്ട് നെതന്യാഹു. സൗഹൃദം എന്നത്തെക്കാളും ശക്തമെന്ന് ഇരു നേതാക്കളും. ടോൾ കൊള്ള മുൻ പഠനങ്ങൾ മറച്ചുവെച്ച്. ടോൾ പിരിവിൽ നേട്ടമില്ലെന്ന മുൻ പഠന റിപ്പോർട്ട് അവഗണിച്ചു. ജി സുധാകരന്റെ കാലത്ത് ഒഴിവാക്കിയ 14 പാലങ്ങൾക്ക് വീണ്ടും ടോൾ. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കും. 1 ലക്ഷത്തിലേറെ പേർ ഒഴുകിയെത്തും. കൊല്ലം കൊട്ടാരക്കരയിൽ ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ച് 2 മരണം. മരിച്ചത് അടൂർ ഏഴംകുളം സ്വദേശികളായ രോഗിയും ഭാര്യയും. മകൾക്ക് ഗുരുതര പരിക്ക്. കൊച്ചിയിൽ ലഹരിവാഹകരായി ബംഗ്ലാദേശികൾ. പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. ഇടപാടുകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളും പ്രധാന കണ്ണികൾ. അപ്പോൾ ഡൽഹിയിലേക്ക് ആദ്യം ഇന്ദ്രപ്രസ്ഥത്തിൽ വോട്ടെടുപ്പാണ്. ആര് ഇനിയുള്ള 5 വർഷം ഭരിക്കുമെന്നറിയാനുള്ള കാത്തിരിപ്പിലേക്ക് വോട്ടിട്ട് തുടങ്ങുന്നു ഡൽഹി ജനത. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ആരംഭിച്ചു. 70 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. കേന്ദ്രഭരണ പ്രദേശത്ത് 1.56 കോടി വോട്ടർമാരാണ് ഇന്ന് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാനെത്തുക. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് വോട്ടെടുപ്പ്. അതേസമയം 5 ലക്ഷം രൂപയുമായി ഡൽഹി മുഖ്യമന്ത്രി അതിഷിയുടെ ഓഫീസ് ജീവനക്കാർ പിടിയിലായി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, ആദ്യം വോട്ടെടുപ്പിനെ കുറിച്ച്. വോട്ടെടുപ്പ് എല്ലായിടത്തും തുടങ്ങിയോ? കൃഷ്ണരാജെ, രാജ്യതലസ്ഥാനം വിധി എഴുതി തുടങ്ങിയിരിക്കുന്നു. എല്ലാ ബൂത്തുകളിലും ഏതാണ്ട് 13,000-ഓളം ബൂത്തുകളാണ് ഇന്നിപ്പോൾ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ എല്ലാ ബൂത്തുകളിലും ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡൽഹിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ബൂത്താണ്. ഇത് 44-ാം നമ്പർ ബൂത്താണ്. സഞ്ചാർ ഭവൻ എന്നാണ് ഈ കെട്ടിടം അറിയപ്പെടുന്നത്. ഇതൊരു സർക്കാർ ബിൽഡിംഗ് ആണ്. ഇവിടെ ഒരു ബൂത്താണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു. ഡൽഹിയിലും അതോടൊപ്പം തന്നെ ഉത്തരഭാരതത്തിലും പൊതുവെ ശൈത്യകാലമാണ്. അതിനാൽ വോട്ടർമാർ ഇപ്പോൾ കൂട്ടത്തോടെ എത്തിത്തുടങ്ങുന്ന ഒരു കാഴ്ച ഞാൻ ഈ നിൽക്കുന്ന ബൂത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഈ മഞ്ഞൊക്കെ മാറി മൂടൽമഞ്ഞിനൊക്കെ ശേഷം ഏതാണ്ടൊരു
9 മണിക്ക് ശേഷമാകും ഒരുപക്ഷേ വോട്ടർമാർ ധാരാളമായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുക എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രാവിലെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഈ ബൂത്തിൽ ഉൾപ്പെടെ 13,000-ഓളം പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരുക്കിയിട്ടുണ്ട്. കനത്ത സുരക്ഷയുണ്ട്. രാജ്യ തലസ്ഥാനത്താണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിനാൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൊതുവെ നമുക്ക് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കാണാൻ സാധിക്കുന്നു. ഏതാണ്ട് 8 മണിയോടുകൂടി പ്രമുഖ വ്യക്തികളെല്ലാം വോട്ട് ചെയ്യുവാനായി എത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. കൂടാതെ BJPയെ സംബന്ധിച്ച് 2 പ്രമുഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും, ഇവർക്കും ഇവിടെയല്ല വോട്ട്. നമുക്കറിയാം, രണ്ടുപേരും ഗുജറാത്തിലാണ് വോട്ട് ചെയ്യുന്നത്. അതിനാൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങി BJPയുടെ പ്രമുഖ മുഖങ്ങൾ ആരും ഡൽഹിയിൽ വോട്ട് ചെയ്യുന്നില്ല എന്ന ഒരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയണം. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പ്രമുഖ നേതാക്കൾ, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിലെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക വാദ്ര തുടങ്ങിയ നേതാക്കൾക്കെല്ലാം ഡൽഹിയിൽ വോട്ടുണ്ട്. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖർ, ആ പാർട്ടിയുടെ അടിത്തറ തന്നെ ഡൽഹിയിലാണ്. അതിനാൽ ആ പാർട്ടികളുടെ, കോൺഗ്രസിന്റെയും AAPയുടെയും ഒക്കെ പ്രമുഖ ഫേസുകൾ ഡൽഹിയിൽ തന്നെ വോട്ട് ചെയ്യും. എന്നാൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവരുടെ വോട്ട് ഗുജറാത്തിലാണ്. അതിനാൽ അവർക്ക് ഡൽഹിയിൽ വോട്ടില്ല. എന്തായാലും ശക്തമായ പ്രചരണത്തിന് ഒടുവിലാണ് രാജ്യ തലസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 70 മണ്ഡലങ്ങളിലും അതിശക്തമായ പ്രചരണം BJPയും ആം ആദ്മി പാർട്ടിയും നടത്തി എന്നത് നമ്മൾ നേരിൽ കണ്ടതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 27 വർഷങ്ങൾക്ക് ശേഷം രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തുക എന്ന ഒരു വലിയ ലക്ഷ്യം മുന്നിലുണ്ട്. കാരണം 1998 വരെ BJP ഡൽഹിയിൽ അധികാരത്തിലിരുന്നു. 93 മുതൽ 98 വരെ 3 മുഖ്യമന്ത്രിമാർ BJPയെ മുന്നോട്ട് നയിച്ചു. പക്ഷേ 98-ന് ശേഷം ഒരിക്കൽ പോലും രാജ്യ തലസ്ഥാനത്ത് BJPക്ക് അധികാരത്തിലെത്താൻ സാധിച്ചില്ല. നമുക്കറിയാം, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും BJP രാഷ്ട്രീയത്തിൻ്റെയും ഏറ്റവും പ്രോജ്വലിപ്പിക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മുടെ രാഷ്ട്രം കടന്നു പോകുകയാണ്. ഭാരതത്തിലെ 20 സംസ്ഥാനങ്ങളിൽ BJP നേതൃത്വം നൽകുന്ന NDAയുടെ സർക്കാർ ണ്ട്. BJPക്ക് കാര്യമായ അടിത്തറ ഇല്ലാതിരുന്ന വടക്കു കിഴക്കൻ മേഖലയിലും കേരളമടങ്ങുന്ന ദക്ഷിണ ഭാരതത്തിൽ പോലും വലിയ വേരോട്ടങ്ങൾ ഉണ്ടാക്കിയ സമയമാണ് നരേന്ദ്രമോദിയുടെ യുഗം എന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്തും രാജ്യ തലസ്ഥാനത്ത് ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു വലിയ തലവേദന BJPക്ക് മുന്നിലുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 മുതൽ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും 7 സീറ്റും ഡൽഹിയിൽ BJP വിജയിക്കുന്നു. ഒരു സീറ്റിൽ പോലും പരാജയപ്പെടുന്നില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJPക്ക് ആ പെർഫോമൻസ് 15-ലും 20-ലും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അതിശക്തമായ പ്രചരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നടത്തി. 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇവിടെ ഭരണം പിടിക്കുക എന്ന ഒരൊറ്റ ടാർഗറ്റിൽ നിന്നുകൊണ്ടുള്ള പ്രചരണമായിരുന്നു BJP നടത്തിയത്. മറുഭാഗത്ത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ്, കുറ്റിച്ചൂൽ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ പാകിയ പ്രദേശമാണ് ഡൽഹി എന്ന് പറയുന്നത്. ഡൽഹിക്ക് പുറത്തേക്ക് പഞ്ചാബ് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തും അവർക്ക് കാര്യമായ വേരോട്ടമില്ല. അതിനാൽ ഡൽഹിയിലെ ഭരണ തുടർച്ച എന്നത് ആം ആദ്മിയെ സംബന്ധിച്ച് വലിയ അഭിമാന പ്രശ്നമാണ്. എന്നാൽ ഡൽഹി മദ്യനയ അഴിമതിയും അതോടൊപ്പം തന്നെ അടുത്ത കാലത്തുണ്ടായ അതിശക്തമായ ഭരണവിരുദ്ധ വികാരവും, ഇതിനെയൊക്കെ അരവിന്ദ് കെജ്രിവാളിനും സംഘത്തിനും അതിജീവിക്കാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം ഒരു ഭാഗത്തുണ്ട്. എന്തായാലും ഈ 70 മണ്ഡലങ്ങളിലും BJPയും ആം ആദ്മിയും തമ്മിലുള്ള അതിശക്തമായ മത്സരം നടന്നു. കോൺഗ്രസ് എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ഡൽഹിയിലും അവരുടെ ഒരു സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. എങ്കിൽ പോലും പ്രചരണ രംഗത്ത് കോൺഗ്രസും സജീവമായിരുന്നു എന്ന് വേണം. ഗൗതം, ഈ മുൻപെങ്കും കണ്ടിട്ടില്ലാത്തത്ര വിധം പ്രതിരോധത്തിലായിരുന്നുവല്ലോ ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തുടനീളം. മദ്യ അഴിമതി കേസ് അവിടെ നിൽക്കട്ടെ, അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുന്നു, പുതിയ മുഖ്യമന്ത്രി വരുന്നു, അവർ വിവാദത്തിൽപ്പെടുന്നു. ഇപ്പോൾ ഇന്നലെ 2 ജീവനക്കാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 ജീവനക്കാർ 5 ലക്ഷം രൂപയുമായി പിടിയിലാകുന്നു. ഇന്നിപ്പോൾ ഒടുവിലത്തെ വാർത്ത, ഹരിയാന സർക്കാർ അരവിന്ദ് കെജ്രിവാളിനെതിരെ യമുന നദിയിൽ വിഷം കലർത്തി എന്ന വിവാദ പരാമർശത്തിൽ കേസെടുത്തിരിക്കുന്നു. അങ്ങനെ വോട്ടെടുപ്പ് തലേന്നും വോട്ടെടുപ്പ് ദിനത്തിലും വലിയ പ്രതിരോധത്തിലോ ആം ആദ്മി പാർട്ടി? കൃഷ്ണരാജെ, വോട്ടിംഗ് ദിനത്തിൽ പോലും വലിയ പ്രതിരോധത്തിലാണ് ആം ആദ്മി സർക്കാരും പാർട്ടിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം,
അടുത്ത കാലത്ത് ആം ആദ്മി രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ ഒന്നാണ് ഡൽഹി മദ്യനയ അഴിമതി എന്നത്. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെ ഈ പാർട്ടി രൂപീകരിക്കുന്ന പല നേതാക്കന്മാരും ജയിലിൽ പോകുന്ന ഒരു പശ്ചാത്തലം പോലും ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിന്റെ തെളിവുകൾ ഈ ഡൽഹി മദ്യനയം രൂപപ്പെടുത്തുന്നതിൽ അഴിമതി നടന്നുവെന്നും അതിലൂടെ ലഭിച്ച പണം പിന്നീട് എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി ചെലവഴിച്ചത് എന്നത് സംബന്ധിച്ചുള്ള തെളിവുകളെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തുകയും അത് കോടതി തന്നെ ഒരർത്ഥത്തിൽ ശരിവെക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായതാണ്. അതിനാൽ ഡൽഹി മദ്യനയ അഴിമതി വലിയ തലവേദനയായി നിൽക്കുന്നതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റ് വിഷയങ്ങൾ ആം ആദ്മി പാർട്ടിക്കും ഇവിടുത്തെ സർക്കാരിനും തിരിച്ചടിയായിട്ടുണ്ട്. ഒന്ന് യമുന നദിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം യമുന നദി അതീവ മലീമസമായി ഒഴുകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. 2015 മുതൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം യമുന നദിയെ ശുദ്ധീകരിക്കും, അതിലൂടെ ഡൽഹിയിൽ ശുദ്ധജലം എത്തിക്കുമെന്നതാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട വാഗ്ദാനം ഒരിക്കൽ പോലും നടപ്പാക്കാൻ കെജ്രിവാളിൻ്റെ സർക്കാരിനോ ഇപ്പോൾ അതീഷിയുടെ സർക്കാരിനോ സാധിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ശുദ്ധജലം എത്തിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു. ഈ പരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഹരിയാന സർക്കാർ യമുന നദിയിൽ വിഷം കലക്കുന്നു എന്നൊരു പ്രസ്താവന കെജ്രിവാളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുണ്ടാക്കിയ വിവാദം ചില്ലറയായിരുന്നില്ല. ഹരിയാന സർക്കാർ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തുകയും മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി യമുനയിലെ വെള്ളം കോരി കുടിച്ചുകൊണ്ട് അതിനെതിരെ വലിയ പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല ഹരിയാന എന്ന് പറയുന്നത് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായ രാജ്യ തലസ്ഥാനത്തോട് ചേർന്നുള്ള ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിലെയും ഡൽഹിയിലെയും ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനാൽ അതിശക്തമായ വിമർശനം കെജ്രിവാളിനെതിരെ ഉയർന്ന ഒരു സംഭവമായിരുന്നു. കാരണം ഒന്ന്, യമുന നദിയുടെ ശുദ്ധീകരണം എന്ന വാഗ്ദാനം പാലിക്കുവാൻ കെജ്രിവാളിന് സാധിച്ചില്ല. യമുന ഇപ്പോഴും മലീമസമായി തന്നെ ഒഴുകിപ്പോകുന്നു. ആ പരാജയം സമ്മതിക്കുന്നതിന് പകരം അയൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടമോ യമുനയ്ക്കകത്തേക്ക് വിഷം കലർത്തുന്നതാണ് പ്രശ്നങ്ങളുടെ കാരണമെന്ന ഒരു പ്രസ്താവന കൂടി നടത്തിയതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായത്. അത് കൂടാതെയാണ് മലീമസമായ യമുന നദിയിലേക്ക് ആ വിവാദത്തിലൂടെ അരവിന്ദ് കെജ്രിവാൾ സ്വയം ചൂണ്ടിക്കാട്ടുകയായിരുന്നില്ലേ തൻ്റെ ദൗർബല്യം, അല്ലെങ്കിൽ തനിക്ക് ചെയ്യാനാകാതെ പോയത് സ്വയം ചൂണ്ടിക്കാട്ടുകയായിരുന്നു ആ വിവാദത്തിലൂടെ? അത് തന്നെയാണ് കൃഷ്ണരാജ്. അതായത് യമുന നദി ശുദ്ധീകരിക്കും എന്നത് ഒരു വലിയ വാഗ്ദാനമായി 2013-ലും 2015-ലും 2020-ലെയും തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനമാണ്. പക്ഷേ ആ നദി മലീമസമായി തന്നെ ഇപ്പോഴും ഒഴുകുന്നുവെന്ന് മാത്രമല്ല ശുദ്ധജലം എത്തിക്കുക എന്ന് പറയുന്ന വാഗ്ദാനം കൂടി അതിലൂടെ നിറവേറ്റപ്പെടാതെ പോയി എന്നതാണ്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രോഗങ്ങൾ, മലേറിയയും അതോടൊപ്പം തന്നെ ഡെങ്കുവും മഞ്ഞപ്പിത്തവും ഒക്കെ പോലെയുള്ള രോഗങ്ങൾ വ്യാപകമായി പടരുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്നത് ശുദ്ധജലം എത്തുന്നില്ല, നല്ല വെള്ളം എത്തുന്നില്ല എന്നുള്ളതാണ്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം പൊതുസമൂഹത്തിന് ഇടയിൽ ഉയരുന്ന ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ അയൽ സംസ്ഥാനമായ ഹരിയാന സർക്കാരാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നത് സംബന്ധിച്ചുള്ള ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയത്. അതിനെതിരെ ഹരിയാന സർക്കാരും രംഗത്ത് വന്നതോടുകൂടി സമാനതകളില്ലാത്ത പ്രതിഷേധം ഈ ഡൽഹി സർക്കാരിനെതിരെ രൂപപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഇത്തരം വിഷയങ്ങളെല്ലാം വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുൻപ് 2015-ലും 20-ലും ആം ആദ്മി സർക്കാരിന് മൃഗീയ ഭൂരിപക്ഷമാണ് ഡൽഹിയിലെ ജനത നൽകിയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ടൈറ്റ് മത്സരം എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നു. BJPക്ക് ഒരു മേൽക്കൈ ലഭിക്കുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന പല സർവേകളും ഈ വോട്ടെടുപ്പിൽ BJPക്ക് മേൽക്കൈ നൽകും എന്നത് സംബന്ധിച്ചുള്ള ചില വിശദീകരണം നൽകുന്നുണ്ട്. എന്തായാലും പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. പൊതുവെ ശൈത്യകാലമാണ് ഡൽഹിയിൽ. അതിനാൽ ഒരുപക്ഷെ ഈ മഞ്ഞൊക്കെ മാറി ഈ കുറച്ചൊന്ന് ഒരു 9 മണി 9:30 10 മണിയോടൊക്കെ കൂടി കൂടുതൽ വോട്ടർമാർ ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞതായിരുന്നു 11 വർഷക്കാലം ഡൽഹിയെ നശിപ്പിക്കുകയായിരുന്നു, നുണകളും കൊള്ളകളും കൊണ്ട് മാത്രമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഭരണമുണ്ടാക്കിയിരുന്നത്. പുതിയൊരു മോദി ഗ്യാരണ്ടി കൂടെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഈ ഫെബ്രുവരി 5-ന് ഡൽഹിയിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു പുതിയ വസന്തമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നതും വലിയൊരു മാറ്റത്തിന് തന്നെയാണ്.
രജനി, ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിവിധ റാലികളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം അരവിന്ദ് കെജ്രിവാളിന്റെ നുണക്കൂമ്പാരവും മോദിയുടെ ഗ്യാരണ്ടിയും തമ്മിലുള്ള മത്സരമാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതിൽ കൃത്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് BJPയെ സംബന്ധിച്ച് പ്രകടന പത്രികയിൽ സങ്കല്പ് പത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് നടപ്പാക്കുന്നുണ്ട്. അത് ദേശീയ തലത്തിൽ മാത്രമല്ല, BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലും പ്രകടന പത്രികയിലെ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നു. എന്നാൽ മറുഭാഗത്ത് അരവിന്ദ് കെജ്രിവാൾ പല വാഗ്ദാനങ്ങളാക്കി മാത്രം നിലനിർത്തുക മാത്രമല്ല, ജനങ്ങളെ പറ്റിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJPയുടെയും ആരോപണം. അതിനാൽ ഒരു ഭാഗത്ത് മോദിയുടെ ഗ്യാരണ്ടിയും മറുഭാഗത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ പാഴാകുന്ന വാഗ്ദാനങ്ങളും തമ്മിലുള്ള മത്സരമാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടം. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ, അതല്ലെങ്കിൽ മുൻപ് ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന ദക്ഷിണ ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ BJP സ്വാധീനം കേന്ദ്രീകരിക്കുമ്പോഴും ഡൽഹിയിൽ 2015-ലും 2020-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റും BJP വിജയിക്കുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. അതിന് ഒരു മാറ്റം എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള വലിയ പ്രചരണമാണ് കഴിഞ്ഞ 2 മാസക്കാലം BJPയുടെ നേതൃത്വത്തിൽ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ മോദിയുടെ ഗ്യാരണ്ടിക്കൊപ്പമാണോ ഡൽഹിയിലെ ജനത, അതല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഫ്രീ ബീസും അതല്ലെങ്കിൽ കെജ്രിവാളിന്റെ നയങ്ങൾക്കൊപ്പമാണോ ഡൽഹിയിലെ ജനത ഒരിക്കൽ കൂടി നിലനിൽക്കുക എന്നത് നമുക്ക് 8-ാം തീയതി മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും ഈ വോട്ടെടുപ്പ് കാലത്ത് അതിശക്തമായ മത്സരം 70 മണ്ഡലങ്ങളിലും BJPക്കും ആം ആദ്മിക്കും ഇടയിൽ രൂപപ്പെട്ടു എന്നത് ഒരു വസ്തുതയാണ്. മുൻപ് 2015-ലെയും 20-ലെയും സാഹചര്യം അങ്ങനെയായിരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു അപ്രമാദിത്യം പ്രചരണത്തിന്റെ കാലയളവിൽ തന്നെ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടൈറ്റ് മത്സരം ഈ രണ്ട് പാർട്ടികൾക്കുമിടയിൽ രൂപപ്പെട്ടിരുന്നു എന്നതാണ് വസ്തുത. രജനി, വോട്ടിട്ട് തുടങ്ങുന്നു, പക്ഷേ പല പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടെടുപ്പിൽ മന്ദഗതിയിലാണ്. കാരണം അവിടെ അന്തരീക്ഷം അതിശൈത്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടർമാർ എത്താൻ വൈകുന്നുണ്ട്. പക്ഷേ നല്ല പോളിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആം ആദ്മിയെ മറികടന്ന് BJP അധികാരത്തിലെത്തുമെന്ന ശുഭ പ്രതീക്ഷയാണ് അവർക്ക്. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ നുണകൾക്കും കൊള്ളകൾക്കും ഉള്ളൊരു മറുപടി തന്നെ ജനം നൽകും എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. 8-ാം തീയതി അറിയാം എന്തായാലും ആരാകും ഡൽഹിയിൽ ഇനി ഭരണം നടത്തുക എന്ന്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഗാസയെ ഏറ്റെടുക്കാൻ തയ്യാറെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസയെ പുനർവികസിപ്പിച്ച് മധ്യേഷ്യയുടെ റിവേറിയയാക്കാമെന്ന് ട്രംപിന്റെ വാഗ്ദാനം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം. ഇസ്രായേലുമായുള്ള സൗഹൃദം എന്നത്തേക്കാളും ശക്തമായി തുടരുമെന്നും ട്രംപ് പറഞ്ഞു. ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ട്രംപ് എന്നും നെതന്യാഹു വ്യക്തമാക്കി. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. രജനി, ഞാനൊന്ന് ചോദിച്ചോട്ടെ ഐസനോട്. ഈ സാധാരണ പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നില്ല, ഗാസ ഏറ്റെടുക്കാം, റിവിയേറ ആക്കാം. എന്താണ് ഐസൻ ഈ റിവിയേറ? റിവിയേറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നതാണ്, ഈ കടലോര വിശ്രമ കേന്ദ്രം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കടലോര ടൂറിസം കേന്ദ്രം, അത്തരത്തിലുള്ളൊക്കെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലൊരു അതീവ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതായത് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ ട്രംപ് പറഞ്ഞ ഒരു കൃത്യമായ നിലപാടുണ്ട്. അതായത് ട്രംപ് പറയുന്നത് ഈ പ്രദേശങ്ങളിലെ പൊട്ടാതെ കിടക്കുന്ന ബോംബുകളെല്ലാം മാറ്റി അവിടെ സുരക്ഷിതമായ ഒരു റിവിയേറ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വിശ്രമം, ഒരു വിനോദ കേന്ദ്രം പോലുള്ള ഒരു പ്രദേശം, അല്ലെങ്കിൽ ശാന്തമായ ഒരു ട്രാങ്ക്വിലിറ്റിയുള്ള ഒരു പ്രദേശം ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. ഈ വാഗ്ദാനത്തിൽ നിന്നും നമ്മൾ നേരിട്ട് വായിച്ചെടുക്കേണ്ടത് സൈന്യം വിക്ഷേപിച്ച അല്ലെങ്കിൽ ഗാസയുടെ ഗാസയിലെ ഹമസ് ഭീകരർ സ്ഥാപിച്ച മൈനുകളുടെ കാര്യമല്ല അദ്ദേഹം പറയുന്നത് എന്നതും നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. മൈനുകളുടെ കാര്യം തീർച്ചയായും പരാമർശിക്കപ്പെടുന്നുണ്ട് എങ്കിൽ കൂടി അത്തരത്തിലുള്ള അപകടത്തിൽ നിന്നും മാത്രമല്ല, ഈ ഹമസ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് പിന്തുണ ലഭിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം ആ ഗാസയിലെ മേഖലയിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ഒഴിവാക്കുന്നതിന് നേരത്തെ നമ്മൾക്ക് പല സൂചനകളും അദ്ദേഹം നൽകിയിരുന്നു. ഈജിപ്തിലേക്കും അതുപോലെ തന്നെ ജോർദാനിലേക്കും ഗാസയിലുള്ള ജനങ്ങളെ കുറേയൊക്കെ മാറ്റി പാർപ്പിക്കണം എന്നൊരാവശ്യമെല്ലാം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനെ ഇസ്രായേലിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയ്ക്കുകയും ഇനി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്ന് അത് സംബന്ധിച്ച പ്രതികരണം എന്താണെന്നെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അറിയേണ്ടതുണ്ട്. എന്തുതന്നെയായാലും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുക, അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ലോകത്തെ ഹവായ് ദ്വീപ് എന്നൊക്കെ പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള റിവിയറുകളാക്കി മാറ്റാം, അല്ലെങ്കിൽ അവിടെ ആ പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കാം എന്നൊരു
വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. അതിനെ ഉപോത്പലകമായി അദ്ദേഹം പറയുന്ന പല വിശദീകരണങ്ങളുണ്ട്. അതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ കൃത്യമായൊരു അന്താരാഷ്ട്ര നീക്കത്തെ കൂടി മനസ്സിലാക്കാൻ സാധിക്കുക. ഇറാനെ ഇനി ന്യൂക്ലിയർ ആയുധം സ്വായത്തമാക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായി അദ്ദേഹം പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അറിയാവുന്നതാണ്, വർഷങ്ങൾക്ക് മുമ്പ് 20 വർഷങ്ങൾക്ക് മുമ്പെല്ലാം തന്നെ ഈ വിഷയം അതീവ ഗൗരവമായി ലോകം ചർച്ച ചെയ്യുകയും ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ വെപ്പണൈസ്ഡായ ആണവ സംവിധാനങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ച കൃത്യമായൊരു ധാരണ, ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയുടെ കഥകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ആണവ നിരായുധീകരണം അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഇല്ലാതാക്കാൻ ഇറാന് മേൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തിയ രാജ്യമാണ് അമേരിക്ക. സ്വാഭാവികമായും ഈ ആണവായുധങ്ങളെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇറാനെ ഒരിക്കലും ആണവ ശക്തിയാവാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ പ്രദേശത്ത് വലിയൊരു അധീശത്വം, ഇന്ന് നമുക്കറിയാവുന്നതാണ് യുദ്ധത്തിൽ ഏറ്റവും പരമമായ ശക്തിയായി മാറുന്നത് ആണവ പോർമുനകളാണ്. ഈ ആണവ ശക്തിയാവാൻ ഇറാന് സാധിക്കില്ല എന്ന് പറയുമ്പോൾ പശ്ചിമേഷ്യയിലെ 7ഓളം വരുന്ന ഭീകര സംഘടനകൾ, അതായത് പശ്ചിമേഷ്യയിൽ ഇറാന് വേണ്ടി പ്രോക്സി യുദ്ധം നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഈ കടലാസ് സംഘടന പോലെ യുദ്ധം ചെയ്യുന്ന ഭീകര സംഘടനകളെ എല്ലാം തന്നെ ഇല്ലാതാക്കുമെന്ന് വളരെ കൃത്യമായി നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാം. അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ സാധിക്കില്ല. കാരണം ഇറാനെ ഒരു ന്യൂക്ലിയർ രാഷ്ട്രമാക്കാൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പണൈസ്ഡ് കൺട്രി ആക്കാനുള്ള അനുവാദം അല്ലെങ്കിൽ ആ സാധ്യത ഇപ്പോഴില്ല എന്നൊരു നിലപാട് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുമ്പോൾ ഒരു വിദേശകാര്യ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളുണ്ട്. സമാധാനത്തിൻ്റെ തുരുത്താക്കാം ഗാസയെ എന്ന് വളരെ കൃത്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ട്രംപ് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അതിശക്തമായ ഇടപെടൽ, നമുക്കറിയാവുന്നതാണ് വെടിനിർത്തൽ നടപ്പാക്കുന്നത് ഈ ജനുവരി 19-നാണ്. തൊട്ടടുത്ത ദിവസമാണ് ട്രംപ് അധികാരത്തിലേറുന്നത്. അധികാരത്തിലേറുന്നതിന് മുൻപ് വെടിനിർത്തൽ സാധ്യമാക്കാമെന്ന കൃത്യമായൊരു നിലപാട് ട്രംപ് സാധ്യമാകണമെന്ന് കൃത്യമായൊരു അന്ത്യശാസനം നൽകുകയും ചെയ്തിരുന്നു. ഈ അന്ത്യശാസനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതും വെടിനിർത്തൽ യാഥാർത്ഥ്യമായതും. ഇപ്പോൾ നമുക്ക് ഇന്നലെ ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നൊരു സംഭവം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അടുത്ത വെടിനിർത്തൽ ചർച്ചകളിലേക്ക് ഇസ്രായേൽ കടക്കുക എന്നാണ്. അതിൻ്റെ ഭാഗമായി ഹമാസ് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറെന്ന നിലപാട് ഇന്നലെ ഹമാസ് അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഘട്ടം ഘട്ടമായുള്ളൊരു നീക്കത്തിലൂടെ ആ പ്രദേശത്ത് കുറെ കൂടി സുരക്ഷിതമായൊരു ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനുള്ള കൃത്യമായൊരു നീക്കം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അതിന് ഇസ്രായേലിൻ്റെ പിന്തുണയുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പല കാര്യങ്ങളും കടന്നു വരും. അതൊരു പക്ഷേ ഭീകരരുടെ ആ സ്വഭാവം, ഒരു സ്ലീപ്പർ സെല്ലുകൾ പോലെ പ്രവർത്തിക്കുന്ന ഭീകര സമൂഹങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കുക, ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഭീകരരെ ഒഴിവാക്കുക, അവിടെയുള്ള ജനങ്ങളെ ഭീകരതയിലേക്ക് തിരിയുന്നതിൽ നിന്ന് ഒഴിവാക്കുക, അതുപോലെ തന്നെ പല രീതിയിലുള്ള ധാരണകൾ ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാക്കുക, ഇതിനെല്ലാം തന്നെ മധ്യസ്ഥം വഹിക്കുക. കൃത്യമായി പറഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് സമീപനം എന്നൊക്കെ നമുക്ക് പറയാവുന്ന സൈനികവും സൈനികേതരവും അതുപോലെ തന്നെ സാമൂഹികവുമായ വലിയൊരു ഇടപെടലിനെ ട്രംപ് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വന്തമാക്കുക എന്നതിനപ്പുറത്തേക്ക് അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, ആ ഒരു രാജ്യത്തെ പുനഃസൃഷ്ടിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിലൂടെ ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. നമുക്കിവിടെ നോക്കിക്കാണുകയാണെങ്കിൽ ഒരു സമാധാന ദൂതനായിട്ട് മാറുന്നു എന്നൊരു ആശയം കൂടി ഇതിൽ പിന്നിലില്ലേ? തീർച്ചയായും ഇത് സമാധാന ദൂതൻ എന്നതിനപ്പുറം നമുക്കറിയാവുന്നതാണ് ഇസ്രായേലിനെ പരിശോധിക്കുക, ഈ ഗാസയുമായുള്ള വെടിനിർത്തൽ കരാർ, ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ കരാർ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ് 3 ഘട്ടമായാണ് വെടിനിർത്തൽ ധാരണ നടപ്പാകുന്നത്. ആദ്യഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ പൂർണ്ണമായി ബന്ദികളുടെ മോചനം സാധ്യമാക്കുക. 3-ാം ഘട്ടമാണ് ഏറ്റവും നിർണായകമായ ഘട്ടം. ആ ഘട്ടത്തിൽ നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാസയുടെ പുനർനിർമ്മാണമാണ് 3-ാം ഘട്ടം. അത് നമുക്കറിയാം. അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. അതുപോലെ തന്നെ നിരവധിയായ മനുഷ്യജീവിതം സാധ്യമാകേണ്ട എല്ലാ സൗകര്യങ്ങളും ഗാസയിൽ തകർത്തെറിയപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അത് സ്വാഭാവികമായും 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ അതിശക്തമായി ഹമാസിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കടുത്ത നീക്കമുണ്ടാവുകയും ഗാസ പൂർണ്ണമായും തകർന്നടിയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഈ തകർന്നടിഞ്ഞ ഗാസയെ പുനർനിർമ്മിക്കാമെന്ന് പറയുമ്പോൾ തൊട്ടു മുമ്പുണ്ടായ ദിവസം അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും കൂടി അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ്. അതായത് UN റിലീഫ് വർക്ക് ഏജൻസിക്കുള്ള ധനസഹായം നിർത്തലാക്കുമെന്ന് ട്രംപ് വളരെ കൃത്യമായി ഇന്നലെ പറയുകയും ചെയ്തു. ഇന്നലെ അത്തരത്തിലുള്ള വാർത്തകളും സൂചനകളും പുറത്തു വന്നു. അടിയന്തരമായി തന്നെ അത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഓർഡർ പുറത്തു വരും. അത് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലുള്ള ഘട്ടത്തിൽ തന്നെ, ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹം അത് പറയുകയും ചെയ്തു എന്നതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് UN-ൻ്റെ ഒരു സംവിധാനമല്ലാതെ ഒരു സമാന്തര സംവിധാനത്തിലേക്കായിരിക്കും മിക്കവാറും ഗാസയുടെ പുനർനിർമ്മാണം നടക്കുക. അതിന് ഇസ്രായേലും അമേരിക്കയുമായി ധാരണകളുണ്ടാവുകയും ഈ 2 രാജ്യങ്ങളെയും പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ, അതൊരു പക്ഷേ ബ്രിട്ടനായിരിക്കാം, യൂറോപ്യൻ
യൂറോപ്യൻ യൂണിയൻ്റെ പിന്തുണ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ഒരു സഹായത്തോടെ അല്ലെങ്കിൽ ഒരു സഹകരണത്തോടു കൂടി UN-ഏതര പുനരധിവാസ സംവിധാനം അല്ലെങ്കിൽ പുനർനിർമ്മാണ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നിരീക്ഷിക്കാവുന്ന പല സൂചനകളും ലഭിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ UN മനുഷ്യാവകാശ കമ്മീഷനിലെ കൗൺസിലിൽ നിന്നും അമേരിക്ക പിന്മാറാനുള്ള തീരുമാനം, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ റിലീഫ് വർക്ക് ഏജൻസിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം, അതിന് സാമ്പത്തിക സഹായം നൽകേണ്ടതില്ലെന്ന തീരുമാനം. ഒരു സംശയം ഇവിടെ വരുന്നത്, ഒന്ന് UN സുരക്ഷാ സമിതിയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു, അതേസമയം ഗാസ ഏറ്റെടുക്കാമെന്ന് പ്രഖ്യാപിക്കുന്നു. രണ്ടും ചേർത്ത് വായിക്കുമ്പോഴെന്ത്? തീർച്ചയായും UN-ൻ്റെ ഈ സംവിധാനങ്ങൾ, അതായത് മാനുഷികമായ സംഘടനകൾ, അതായത് നമുക്കറിയാവുന്നതാണ് UN റിലീഫ് വർക്ക് ഏജൻസി, അതുപോലെ അത് കൃത്യമായും പാലസ്തീനിൽ പ്രവർത്തിക്കുന്ന, പാലസ്തീനിലും ഗാസയിലുമെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും അന്താരാഷ്ട്ര സംവിധാനങ്ങളെല്ലാം തന്നെ, അത് ഭക്ഷണം നൽകുന്നതും വൈദ്യസഹായം നൽകുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇടപെടുന്നത് UN-ൻ്റെ ഒരു മധ്യസ്ഥത്തിലാണ്. ആ UN-ൻ്റെ മധ്യസ്ഥത്തിൽ ഇടപെടുന്ന ആ സംവിധാനത്തിൽ നിന്ന് പിന്മാറും, അല്ലെങ്കിൽ അതിനുള്ള ധനസഹായം നൽകില്ല എന്ന് ഇന്നലെ പ്രഖ്യാപിക്കുന്ന നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു വരുന്നു. അത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓർഡർ വരാനിരിക്കുന്നു. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ കൗൺസിലിൽ നിന്ന്, ആ കൗൺസിലിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിൽ ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയമുണ്ടാകുന്നത്. വളരെ കൃത്യമായ ചില നീക്കങ്ങൾ അതിന് പിന്നിലുണ്ട്. കൗൺസിലിൽ നിന്ന് പിന്മാറുമ്പോൾ നമുക്കറിയാം, ഈ കൗൺസിലാണ് ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനുള്ള നിരീക്ഷകരെ നിയോഗിക്കുകയും ആ നിരീക്ഷകരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും, അത് ഇൻ്റലിജൻസ് സ്വഭാവമുള്ള വിവരങ്ങളും അതുപോലെ തന്നെ മറ്റ് കൃത്യമായ റിപ്പോർട്ടുകളും എഴുതപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം തന്നെ UN സ്വീകരിക്കുന്നത് ആ നിരീക്ഷകരിൽ നിന്നാണ്. ആ നിരീക്ഷകരെ നിയോഗിക്കുന്ന സംവിധാനത്തിൽ നിന്നാണ് ഇപ്പോൾ ട്രംപ് പിന്മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്ക പിന്മാറാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടത്. ചേർത്ത് വായിക്കേണ്ടത് റിലീഫ് വർക്ക് ഏജൻസിയിൽ നിന്ന് ഏജൻസിക്ക് ധനസഹായം നൽകുന്നത് വേണ്ട എന്ന് വയ്ക്കുന്നതും, അതുപോലെ തന്നെ ഇന്ന് നടന്ന ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനവും, അതായത് ഒരു റിവെയർ ആക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കടലോര വിശ്രമ കേന്ദ്രം അല്ലെങ്കിൽ കടലോര വിനോദ കേന്ദ്രമാക്കാം, അത്തരത്തിൽ സമാധാനം, പൂർണ്ണമായും ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന ലോകോത്തരമായ ഒരു പ്രദേശമാക്കി മാറ്റാമെന്ന നിലപാട് പറയുമ്പോൾ ഈ രണ്ട് സംവിധാനങ്ങൾ, UN-ഉം അതുപോലെ അനുബന്ധ സംവിധാനങ്ങൾക്കും അപ്പുറം ഒരു സമാന്തര സംവിധാനം സ്ഥാപിച്ചെടുക്കുന്നതിനും, അതുപോലെ തന്നെ ആ സമാന്തര സംവിധാനം കുറെ കൂടി കാര്യക്ഷമമാണ്. നമുക്കറിയാവുന്നതാണ്, ഭാരതം ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്ന ട്വിൻ സ്റ്റേറ്റ് എന്ന, അല്ലെങ്കിൽ ഇരട്ട രാജ്യങ്ങൾ എന്ന് പറയുന്ന പാലസ്തീനും ഇസ്രായേലും എന്ന് പറയുന്ന ആ ഇരട്ട രാജ്യങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സാധ്യത. പക്ഷേ അത് UN-ൻ്റെ സാന്നിധ്യത്തിൽ അത് സാധ്യമല്ല, UN-ൻ്റെ ഇടപെടൽ കൊണ്ടത് സാധ്യമല്ല എന്ന ബോധ്യം തന്നെയാണ് ഇപ്പോൾ ട്രംപിന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐസൻ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ഒരു കൗതുകത്തിനു കൂടി വേണ്ടിയാണ്. കാനഡയോടൊപ്പം നിൽക്കാൻ പറയുന്നു, ഞങ്ങൾക്കൊപ്പം വരൂ, ചേരൂ എന്ന് പറയുന്നു, ഗാസയെ ഏറ്റെടുക്കാം എന്ന് പറയുന്നു. ഈ ട്രംപ് രണ്ടാം ഊഴത്തിൽ ഇത്തരം പ്രസ്താവനകളിലൂടെ നൽകുന്ന സന്ദേശം എന്താണ്? തീർച്ചയായും അദ്ദേഹം, നമുക്ക് അറിയാവുന്നതാണ് കൃഷ്ണരാജ്, അദ്ദേഹം യുദ്ധവിരുദ്ധനാണ്. യുദ്ധത്തിന് വേണ്ടി പണം ചെലവാക്കുന്ന ആ നിലപാട് അംഗീകരിക്കാനാവില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഭാഗമായി പല രീതിയിലുള്ള നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ഇത് ഈ വിഷയത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പരാമർശിക്കപ്പെടേണ്ടത് യുക്രൈൻ വിഷയവുമാണ്. അതും അദ്ദേഹം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഈ ചർച്ചയിൽ തന്നെ, അല്ലെങ്കിൽ ഈ നിലപാടുകൾ വ്യക്തമാക്കുന്ന ആ ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരികയും ചെയ്യാം. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ യുദ്ധത്തിനെതിരായൊരു നിലപാട് സ്വീകരിക്കുക, യുദ്ധത്തിനായി വലിയ എമൗണ്ട് ചെലവഴിക്കുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്ന കൃത്യമായ നിലപാട് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. യുദ്ധം ഒഴിവാക്കണമെങ്കിൽ വേണ്ടത് സമാധാനവും അന്തർദേശീയ ധാരണകളുമാണ്. അത്തരത്തിലുള്ള അന്തർദേശീയ ധാരണകൾ സ്വാഭാവികമായും ഈ യുദ്ധം എന്ന് പറയുമ്പോൾ സൈനിക യുദ്ധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണോത്സുകമായ യുദ്ധം എന്നതിനപ്പുറം സാമ്പത്തിക യുദ്ധം, അതുപോലെ തന്നെ ട്രേഡ് യുദ്ധം, അത്തരത്തിൽ ഈ ലോകത്ത് നടക്കുന്ന വിവിധങ്ങളായ യുദ്ധങ്ങൾ, അല്ലെങ്കിൽ വാണിജ്യ യുദ്ധവും അതുപോലെ തന്നെ സാമ്പത്തിക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ 25% നികുതി ചുമത്തുന്ന ഉൾപ്പെടെയൊക്കെ നമുക്ക് സാമ്പത്തിക യുദ്ധമായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അവസാനിപ്പിക്കുക, പരസ്പര എന്തായാലും ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഗാസ ഏറ്റെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞത്. സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം. മഹാകുംഭമേളയിലേക്ക് വിശ്വാസികൾ, ഭക്തരൊക്കെയും ഒഴുകിയെത്തുന്ന സമയമാണ്. പ്രധാനമന്ത്രിയും ഇന്നവിടെ എത്തുകയാണ്. നരേന്ദ്രമോദി ഇന്ന് പ്രയാഗ്രാജിലെത്തും. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. 11 മണിയോടെ പ്രധാനമന്ത്രി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യും. വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേർന്നു. നന്ദഗോപൻ, മഹാകുംഭമേളയിൽ പ്രധാന സേവകൻ എത്തുന്നു എന്നത് ഏവരും ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്, ആ പുണ്യസ്നാനം.
വിവരങ്ങൾ. കൃഷ്ണരാജ്, പ്രയാഗ്രാജിലെ ഇതിനോടകം തന്നെ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. രാവിലെ 11 മണിയോടുകൂടി ത്രിവേണി സംഗമത്തിലേക്ക് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം ആയിരിക്കും എത്തുക. അവിടെ പ്രത്യേക ആരതി പൂജകളിലൊക്കെ തന്നെ പങ്കാളിയായതിനു ശേഷം ഈ പ്രയാഗ്രാജിലെ കുംഭമേളയുടെ പ്രധാന ചടങ്ങായ ത്രിവേണി സംഗമം സ്ഥാനത്ത് സ്നാനം നടത്തുക, അതായത് ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമ സ്ഥാനത്ത് സ്നാനം നടത്തുക എന്നുള്ള ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. രാവിലെ 11 മണിക്കാണ് അദ്ദേഹം പ്രത്യേക വിമാനത്താവളത്തിൽ പ്രയാഗ്രാജിലെത്തും. അവിടെയായിരിക്കും യോഗി ആദിത്യനാഥ് അദ്ദേഹത്തെ സ്വീകരിക്കുക. 10-ാം തീയതി കൂടിയായിരിക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാകുംഭനഗരിയിൽ എത്തുക. അതേപോലെ തന്നെ ഇതിനോടകം തന്നെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ മഹാകുംഭമേളയിൽ പങ്കാളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിസഭയിലെ ഒട്ടുമിക്ക അംഗങ്ങളും ഇതിനോടകം പ്രയാഗ്രാജിലെ കുംഭനഗരിയിലെത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖർ ഇതിനോടകം മഹാകുംഭനഗരിയിലെത്തി സ്നാനം നടത്തിയിരുന്നു. ഇന്നലെ വളരെ പ്രമുഖരായിട്ടുള്ള ഭൂട്ടാൻ രാജാവ് ജിഗ്മേ വാങ്ചുക് ഇന്നലെ ത്രിവേണി സംഗമത്തിലെത്തി സ്നാനം നടത്തി പ്രത്യേക പൂജകളിലും മറ്റും പങ്കെടുത്തിരുന്നു. അദ്ദേഹം അവിടുത്തെ ക്ഷേത്രങ്ങളിലും സന്ദർശിച്ച ശേഷമാണ് മടങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം അദ്ദേഹം ഈ കുംഭമേളയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ഭൂട്ടാനിൽ നിന്നും പ്രത്യേകമായി എത്തിയത്. ഇങ്ങനെ വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളും സാധാരണ ജനങ്ങളും വന്ന് ഒന്നിക്കുന്ന ഒരു സംഗമ ഭൂമി കൂടിയാണ് പ്രയാഗ്രാജിലെ മഹാകുംഭനഗരി എന്നുള്ളതാണ് പ്രത്യേകത. അണമുറിയാതെയുള്ള ഭക്തജന പ്രവാഹമാണ്. അതേസമയം തന്നെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും ഒരുക്കിയിട്ടുള്ളതിനാൽ ഭക്തർക്ക് വലിയ പ്രയാസമില്ലാതെ ഈ ത്രിവേണി സംഗമത്തിലെത്തി അല്ലെങ്കിൽ ഈ സംഗം ഘാട്ടിലെത്തി ഈ അവിടെ സ്നാനം നടത്തുവാനും അതിനുശേഷം ഈ നാഗസന്യാസിമാരെ മറ്റും കാണുവാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. വലിയ തിരക്ക് ഇപ്പോൾ അവിടെ അനുഭവപ്പെടുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയുണ്ടായ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ട ക്രമീകരണങ്ങൾ കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആവശ്യത്തിലധികം പോലീസിനെയും അവിടെ വിന്യസിച്ചു. ഇത്തരം സുരക്ഷാ നടപടികൾ കർശനമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ഇപ്പോൾ കൂടുതൽ ഈ പ്രധാനമന്ത്രി കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതിപ്പോൾ പ്രയാഗ്രാജിലേക്ക് കൂടുതൽ സേനാ വിഭാഗങ്ങളെ വിന്യസിച്ച് സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഏതാണ്ട് 35 കോടി തീർത്ഥാടകർ കുംഭമേളയിൽ പങ്കാളിയായി എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാർ നൽകുന്ന ഔദ്യോഗിക കണക്കുകൾ. അതായത് പ്രധാനപ്പെട്ട 3 അമൃത സ്നാൻ ദിവസമടക്കം 35 കോടി ജനങ്ങളാണ് ഇതുവരെ കുംഭനഗരി സന്ദർശിച്ച് മടങ്ങിയിരിക്കുന്നത്. 26-ാം തീയതി ശിവരാത്രി ദിനത്തോടു കൂടിയാണ് ഈ മഹാകുംഭമേള സമാപിക്കുന്നത്. 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയിൽ ഏതാണ്ട് 45 കോടി തീർത്ഥാടകർ പങ്കാളികളാകുമെന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. പ്രധാനമന്ത്രി ഇന്ന് കുംഭമേളയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യും. കനത്ത സുരക്ഷയാണ്. അതെ, രാവിലെ 11 മണിക്കാണ് ആ സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പം വലിയൊരു തീർത്ഥാടക ഒഴുക്ക് തന്നെ അവിടേക്ക് എത്തുന്നു. 35 കോടിയിലധികം ഭക്തർ ഇതുവരെ എത്തിച്ചേർന്നു എന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. അവിടെ ഹൈന്ദവ പരിഷത്ത് സംഗമം. ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഇന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തെ സർസംഘചാലക് അഭിസംബോധന ചെയ്യും. പരിഷത്തിലേക്ക് 1 ലക്ഷത്തിലധികം പേരെത്തുമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂരും മിഥുൻ മുരളിയും ഒപ്പം ചേരും. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്ക്. അരുൺ, സർസംഘചാലക് ഇന്നലെ എത്തിയിരുന്നു. കേസരിയുടെ തപസ്യയുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇന്നിപ്പോൾ ഹിന്ദുമത പരിഷത്തിലേക്ക് എത്തുന്നു. അവിടെ ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഏവരും ഉറ്റുനോക്കിയിരിക്കുന്നു, അല്ലേ?
തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും കാലിക പ്രസക്തമായ ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളത്തെ സംബന്ധിച്ചോളം, ഹൈന്ദവ ജനതയെ സംബന്ധിച്ചോളം ഏറ്റവും സുപ്രധാനമായുള്ള ഒരു സമ്മേളനമാണ് ഇന്ന് അയ്യൂർ ചെറുകോൽപ്പുഴയിൽ നടക്കുക. അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നമുക്കറിയാം, ഹൈന്ദവ ജനതയ്ക്ക് നേരെ ഉണ്ടാകുന്ന കടന്നുകയറ്റങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന കടന്നുകയറ്റങ്ങൾ, ആ ഒരു സമയത്താണ് ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മിഥുൻ മുരളി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയൊരു ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ കാലിക പ്രസക്തമായ ഒരു വലിയ സമ്മേളനം കൂടിയല്ലേ ഇന്ന് നടക്കുക. തീർച്ചയായിട്ടും സനാതനധർമ്മം വെല്ലുവിളി നേരിടുന്ന ഒരു സമയം, ഒപ്പം തന്നെ സനാതന ധർമ്മ മൂല്യങ്ങൾ കൂടുതൽ പ്രചാരമാകേണ്ട ഒരു സമയം. പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുന്നു. അതിനോടനുബന്ധിച്ച് മറ്റൊരു പതിപ്പ് എന്ന നിലയിലാണ് പല സന്യാസി ശ്രേഷ്ഠന്മാരും ഈ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനെയും കണക്കാക്കുകയും ചെയ്യുന്നത്. ഒരു മാസം നീണ്ടു നിന്ന വിവിധ പരിപാടികൾ ഈ ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ പുരോഗമിക്കുന്നു. 1,00,000-ഓളം ആളുകൾ ഈ പരിപാടിയിൽ ഇന്ന് നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ സർസംഘചാലകനെ ശ്രവിക്കുന്നതിന് വേണ്ടി എത്തും എന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും സർസംഘചാലകന്റെ മഹത്തായ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് പരിശുദ്ധ ഭൂമിയിലേക്ക് എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ തിരിച്ചുകൊണ്ടാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. സമ്മേളന വീഥി പൂർണ്ണമായിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ വലയത്തിലാണ്, നിരീക്ഷണത്തിലാണ്. മറ്റു ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം പൂർത്തിയാക്കി. കൊച്ചിയിലെ പരിപാടികൾ പൂർത്തിയാക്കി സർസംഘചാലകൻ ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പത്തനംതിട്ടയിലേക്ക് എത്തുക. പന്തളത്താണ് അദ്ദേഹം എത്തുന്നത്. പന്തളത്താണ് അദ്ദേഹത്തിന് വിശ്രമം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം 3:20 ചെറുകോൽപ്പുഴയിലേക്ക് അദ്ദേഹം തിരിക്കും. വാദ്യമേളങ്ങളുടെയും പത്തനംതിട്ടയുടെ തനതായ പാരമ്പര്യത്തിന്റെ ആറന്മുള വഞ്ചിപ്പാട്ടിന്റെയും ഒക്കെ സ്വീകരണത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചാനയിച്ച് പ്രധാന വേദിയിലേക്ക് എത്തിക്കും. വൈകിട്ട് 4 മണിക്ക് അദ്ദേഹം വേദിയിലെത്തും. 4:15 ഒരു പുസ്തക പ്രകാശനം ഈ വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിനുശേഷം 4:30 പരിപാടി ആരംഭിക്കും. കഴിഞ്ഞ കാലങ്ങളായിട്ട് ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു എന്നുള്ള അറിയിപ്പ് ലഭിച്ചത് മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തെ ശ്രവിക്കുന്നതിന് വേണ്ടി കാതോർത്ത മുഴുവൻ ആളുകളുടെയും ആ ഒരു സുവർണ നിമിഷത്തിന്റെ സമയമാണ് വൈകിട്ട് 4:30 മുതലുള്ള 1.5 മണിക്കൂർ സമയം. 1.5 മണിക്കൂറോളം അദ്ദേഹം ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു സംസാരിക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അരുൺ കൊടുങ്ങൂരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ നേരത്തെയൊക്കെ തന്നെ സംഘാടകർ പറഞ്ഞ ഈ 113 വർഷം പിന്നിടുമ്പോഴും ഈ സർസംഘചാലകന്റെ ഈ ഒരു സന്ദർശനം അത് ഒരു വലിയ ദേശീയ ശ്രദ്ധയിലേക്ക് തന്നെ ഈ സമ്മേളനത്തെ എത്തിക്കുക. അതോടൊപ്പം തന്നെ ഇതിലേറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ഹിന്ദു മഹാമണ്ഡലം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയങ്ങൾ കൃത്യമായി ലോകത്തെവിടെയും എത്തുന്ന രീതിയിലുള്ള ഒരു വലിയ ആശയ പ്രചരണത്തിന് കൂടിയല്ലേ ഇന്ന് തുടക്കം നടന്നത്. തീർച്ചയായിട്ടും ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ കഴിഞ്ഞ ദിവസം ജനം ടിവിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതും അത് തന്നെയായിരുന്നു. ഈ ഹിന്ദുമത പരിഷത്തിന്റെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കി, ഒരു പതിറ്റാണ്ടും പൂർത്തിയാക്കിയ ഹിന്ദുമത പരിഷത്തിന്റെ ആശയങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ സർസംഘചാലകന്റെ ആ സാന്നിധ്യത്തിലൂടെ സഹായകമാകും. കൂടുതൽ വിപുലമായ രീതിയിൽ വരും വർഷങ്ങളിൽ പരിഷത്ത് സംഘടിപ്പിക്കുവാൻ സഹായകമാകും. അത് ചട്ടമ്പി സ്വാമികളുടെ ഈ പരിഷത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ചട്ടമ്പി സ്വാമികളുടെ ഒരു നിയോഗമായിട്ടാണ്, ഒരു അനുഗ്രഹമായിട്ടാണ് സർസംഘചാലകന്റെ സാന്നിധ്യത്തെ ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികൾ നോക്കിക്കാണുന്നത്. അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് അവർ നടത്തുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് സനാതന ധർമ്മ വെല്ലുവിളികൾ നേരിടുന്ന സനാതനധർമ്മം പല ഭാഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള വെല്ലുവിളികൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിഷത്ത് നടക്കുന്നു. സനാതന മൂല്യങ്ങൾ ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുന്ന ഒരു ജ്ഞാന സൂര്യനായിട്ട് ഈ ഹിന്ദുമത പരിഷത്ത് വേദി മാറുന്നു. ഒരാഴ്ച നീണ്ടുനിന്ന വിവിധ പ്രബോധനങ്ങൾ, രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാരുടെ വിപുലമായിട്ടുള്ള പ്രബോധനങ്ങൾ, പ്രമുഖരായിട്ടുള്ള ഹൈന്ദവ വാഗ്മികൾ അവർ പ്രഭാഷണങ്ങൾ നടത്തുന്നു. അങ്ങനെ പ്രഭാഷണ പരമ്പരകളിലൂടെയെല്ലാം ഒരു ഹൈന്ദവ ജ്ഞാനത്തിന്റെ ഒരു വിജ്ഞാന സൂര്യനായിട്ട് ഈ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് മാറുമ്പോൾ ആ വേദിയിലേക്ക് സർസംഘചാലകൻ ഡോക്ടർ മോഹൻ ഭാഗവത് എത്തുന്നത് ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കിയ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ മേധാവി ഈ വേദിയിലേക്ക് എത്തുന്നത് എന്നത് മറ്റൊരു ചരിത്ര നിയോഗമായി മാറുകയാണ്. ഹിന്ദുമത പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദുമത പരിഷത്തിന്റെ ആ ഒരു ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതു ഏടായിട്ട് മാറുകയാണ് സർസംഘചാലകന്റെ ഈ വേദിയിലെ സാന്നിധ്യം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, 158 ഹൈന്ദവ സംഘടനകളിലെ പ്രതിനിധികൾ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഹിന്ദു ഏകതാ
ഏകതാ സമ്മേളനത്തിൽ സർസംഘചാലക കേരളത്തിലേക്ക് എത്തുമ്പോൾ, ഹിന്ദുമത പരിഷത്തിലേക്ക് എത്തുമ്പോൾ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഹൈന്ദവ സംഘടനകളുടെ ഒരു സംഗമത്തിന് കൂടിയാണ് ഈ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് വേദിയാകുന്നത്. 158 സംഘടനകളിൽ നിന്നുള്ള, ഹൈന്ദവ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇന്ന് ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേക ഈ വേദിയിൽ പ്രത്യേക ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സന്യാസി ശ്രേഷ്ഠർ, രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുള്ള സന്യാസി ശ്രേഷ്ഠർ ഇന്ന് ഹൈന്ദവ ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചു വന്നത്. വിവിധ പമ്പ ആരതി, നദീപൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി. ഹിന്ദു നേതൃയോഗങ്ങൾ വിവിധ ഇടങ്ങളിലായിട്ട് പൂർത്തിയാക്കി. ഒപ്പം വൃക്ഷത്തൈ വിതരണം, 1 ലക്ഷത്തോളം വൃക്ഷത്തൈകളാണ് പത്തനംതിട്ട ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് വിതരണം ചെയ്തത്. ഒപ്പം കഴിഞ്ഞ ഒരു മാസക്കാലമായി വിവേകാനന്ദ സ്വാമി ജയന്തി, സുഭാഷ് ചന്ദ്രബോസ് ജയന്തി ദിനവും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തി. 63 പഞ്ചായത്തുകളും 5 നഗരസഭകളും കേന്ദ്രീകരിച്ചുകൊണ്ട് 68 ഇടങ്ങളിലായിട്ടാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തെ വരവേൽക്കുന്നതിനുള്ള വിവിധ പരിപാടികൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി പൂർത്തീകരിച്ചത്. ഇതിൻ്റെ എല്ലാം ഒരു പൂർത്തീകരണത്തിൻ്റെയും എല്ലാം ഒരു ഇതായിട്ട് മാറുകയാണ് ഇന്ന് ഈ പമ്പാ തീരത്ത് അദ്ദേഹം എത്തുമ്പോൾ. സർസംഘചാലകൻ ഡോക്ടർ മോഹൻ ഭാഗവത് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്തായ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിമിഷവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അരുൺ കൊടുങ്ങൂർ, പ്രയാഗ്രാജിൽ ആ പുണ്യ സ്നാന കർമ്മങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തിയ സന്യാസി ശ്രേഷ്ഠരുമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അതിൻ്റെ ഒരു ചെറു പതിപ്പായിട്ട് ഇവിടുത്തെ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് മാറുകയാണ്. പമ്പാ തീരവും ആലുവ നദീതടവും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവിടെ കുംഭമേളയ്ക്ക് സമാനമായ ഹൈന്ദവ ധർമ്മ പ്രചാരണ മഹോത്സവങ്ങൾ സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സർസംഘചാലകന്റെ ഈ സാന്നിധ്യം അത്തരത്തിലുള്ള മഹത്തായ ആശയങ്ങൾ കേരളത്തിൽ ഉയർന്നു വരുന്നതിനുള്ള ഒരു സാധ്യത കൂടി, ആ ആശയത്തിന് കൂടിയല്ലേ കാരണമാകുന്നത്? തീർച്ചയായും. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹിന്ദു ഏകതാ സമ്മേളനം, ആ ഒരു വാക്കിലൂടെ തന്നെ, ആ ഒരു പേരിലൂടെ തന്നെ ഈ യോഗത്തിന്റെ ഒരു പ്രസക്തി അത് കൃത്യമായി തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുക. എന്തായാലും ആ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ആ പങ്കെടുത്ത് അദ്ദേഹം പറയുന്ന വാക്കുകൾ അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്ത് കാണേണ്ടത്. എന്തായാലും ആ ഒരു സമ്മേളനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കണം. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കണം. എന്തായാലും എല്ലാവരും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് തന്നെ കാതോർക്കുകയാണ്. കൃഷ്ണരാജ, രജനി. എന്തായാലും സനാതന വിശ്വാസങ്ങളുടെ സംഗമ തീരമായി പമ്പാ തീരം മാറുന്നു. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഇന്ന് സർസംഘചാലകൻ ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. ഒപ്പം ഹിന്ദു ഒരു കാര്യം കൂടി അരുൺ കൊടുങ്ങൂർ, കിരൺ, അതായത് നമുക്ക് ഇനിയും ഈ വാർത്തയിലേക്ക് പുത്തൻപുള്ളിയിൽ തന്നെ വരേണ്ടി വരും എന്ന് തോന്നുന്നു. മുഖ്യ സംഘാടകരുമായൊക്കെ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ മിഥുൻ മുരളിയും അരുൺ കൊടുങ്ങൂരുമാണ് നമ്മളോടൊപ്പം വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൃഷ്ണരാജ് പറഞ്ഞ പോലെ തന്നെ വരും മണിക്കൂറുകളിലും തത്സമയ റിപ്പോർട്ടിംഗ് അവിടെ നിന്ന് ഉണ്ടാകും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. എന്തായാലും ഇടവേളയ്ക്ക് മുൻപായിട്ട് ഇന്നലെ നമ്മൾ RC സർസംഘചാലകൻ്റെ തപസ്യയിലെ പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു റിപ്പോർട്ട് കൂടെ കണ്ടിട്ട് വരാം. വസുദൈവ കുടുംബകമാകണം നമ്മുടെ ലക്ഷ്യമെന്നായിരുന്നു സർസംഘചാലകൻ ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞത്. ആത്മനവീകരണവും സമൂഹ നവീകരണവുമാകണം നമ്മുടെ ലക്ഷ്യം. തപസ്യ കലാ സാഹിത്യവേദിയുടെ 1 വർഷം നീളുന്ന സുവർണോത്സവം പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈന്ദവ സംസ്കാരം ലോകത്തിന് മുഴുവനുള്ളതാണ്. സത്യവും കരുണയുമാണ് ധർമ്മത്തിനാധാരം. വ്യക്തിക്കപ്പുറം സമൂഹത്തിന്റെ നന്മയ്ക്കുതകുന്ന പ്രവൃത്തികളാണ് വേണ്ടത്. ലോകത്തിന് സംസ്കാരവും മൂല്യങ്ങളും പകർന്നു നൽകാനുള്ള ഉത്തരവാദിത്തം ഭാരതത്തിനുണ്ട്. സംസ്കാര മൂല്യങ്ങൾക്കായി ലോകം ഭാരതത്തെ ഉറ്റുനോക്കുകയാണെന്നും സർസംഘചാലക് മോഹൻജി ഭാഗവത് പറഞ്ഞു. സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും വലിയ സ്ഥാനമുള്ള ഭാരതത്തിന്റേത് മഹത്തായ പാരമ്പര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. For your own good as well as equally good for the society, not only human society, for whole universe, whole creation. Everything you do should be for your own good. But what is good? That is also definite in our tradition. Atmano mokshartham jagad hitaya cha. What is the ultimate good a man can achieve by living his life, should achieve, must achieve by living his life? That is mukti, moksha. Sa kala ya vimukta, it was said sometime before on this podcast. പ്രശസ്ത സാഹിത്യകാരൻ ആഷാമേനോൻ എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം മാർഗദർശി MA സാർ എന്ന MA കൃഷ്ണൻ, ആഷാമേനോൻ, ആർട്ടിസ്റ്റ് മദനൻ, പെരുവനം കുട്ടന്മാരാർ, തിരുവഴ ജയശങ്കർ, പത്മശ്രീ തിയാടി രാമൻ, രാമേന്ദ്ര പുലവർ, സദനം കൃഷ്ണൻകുട്ടി, ശ്രീമൻ നാരായണൻ, P ബാലകൃഷ്ണൻ, MK ദേവരാജൻ,
ഔസേപ്പച്ചൻ, ഉദയകൃഷ്ണ, ടി കലാധരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്കാർ ഭാരതി അഖിലേന്ത്യാ അധ്യക്ഷനും പ്രശസ്ത വയലിനിസ്റ്റുമായ മൈസൂർ മഞ്ജുനാഥ്, ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ, സംസ്കാർ ഭാരതി അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി അഭിജിത് ഗോഖലെ, സ്വാഗത സംഘം ജനറൽ കൺവീനർ പ്രൊഫസർ പി.ജി. ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. ജനം, കൊച്ചി. ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. രജനി, കഴിഞ്ഞ ദിവസം ജനപ്രിയവും ആളുകളെ ചേർത്ത് പിടിക്കുന്നത് മാത്രമല്ല ദീർഘവീക്ഷണമുള്ളതുമായ ഒരു ബജറ്റ് അവതരണം നമ്മൾ കണ്ടു, നിർമ്മല സീതാരാമൻ്റെ. അതായത് വെറുതെ ജനപ്രിയമായ എന്തെങ്കിലും പറഞ്ഞു വെക്കുകയല്ല, നാളത്തേക്ക് വേണ്ടി വിരൽ ചൂണ്ടുന്ന പദ്ധതികളുടെ പ്രഖ്യാപനം കൂടി അതിലുണ്ടായിരുന്നു. വിപ്ലവകരമായ, ഞെട്ടിപ്പിക്കുന്ന, അതായത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കേട്ടിരുന്നു പോയ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. ഇനി കേരളത്തിൻ്റെ ബജറ്റിലേക്കാണ് വരുന്നത്. അത് നമ്മുടെ കൺമുന്നിൽ എത്തിക്കഴിഞ്ഞു. ശരി, അപ്പോൾ ബജറ്റ് പ്രതീക്ഷയിൽ കേരളം, അത് എന്താകും എന്നറിയാനുള്ള കാത്തിരിപ്പ്. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിൽ വയനാടിനും വിഴിഞ്ഞത്തിനും കൂടുതൽ പരിഗണന നൽകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് പരിഗണനാ വിഷയമാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മുന്നിലുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ടൂറിസം മേഖലയിൽ കൂടുതൽ വികസന പ്രഖ്യാപനം ഉണ്ടായതോടെ ഈ മേഖലയിലെ സാധ്യതകളും പരിശോധിക്കുമെന്ന് ധനമന്ത്രി ജനം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. കെ.എൻ. ബാലഗോപാലുമായി ടിൻഡുദാസ് നടത്തിയ അഭിമുഖമാണിനി. 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. സർക്കാരിന് വളരെ കുറച്ച് സമയം മാത്രമാണ് മുന്നിലുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു ബജറ്റ് പ്രതീക്ഷയെന്ന് സംസ്ഥാനത്തിന്റെ ധനവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ.എൻ. ബാലഗോപാൽ നമ്മളോട് ചേർന്നു. നമസ്കാരം. വളരെ കുറച്ച് സമയമാണുള്ളത്, ഏതാണ്ട് 10 മാസമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഇനിയിപ്പോൾ വാസ്തവത്തിൽ അടുത്ത ഒരു വർഷക്കാലം പിന്നെ കുറച്ച് സമയം കൂടി ഈ ഗവൺമെൻറ്റിനുണ്ട്. ഇതിനിടയ്ക്ക് കുറച്ച് തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നുണ്ടെന്നുള്ളതുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് അല്പം സമയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്ര സമയമാണ് ഇനിയിപ്പോൾ ഒരു വർഷക്കാലമായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക. കഴിഞ്ഞ വർഷം എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് ടൂറിസം മേഖലയ്ക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു പ്രതിസന്ധിയായി മാറിയത് വയനാടായിരുന്നു. ടൂറിസം, വയനാട് നമ്മൾ ടൂറിസത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മേഖല. അപ്പം വയനാടിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് ടൂറിസത്തെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ പ്രതീക്ഷിക്കാമോ? വയനാടിൻ്റെ പുനരധിവാസ പാക്കേജാണ്, നമ്മുടെ ചൂരൽമല ദുരന്തത്തിൻ്റെ പുനരധിവാസ പാക്കേജാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിനുള്ള പ്രവർത്തനം തുടങ്ങി. 2 സ്ഥലത്ത് ഭൂമി എടുക്കാനുള്ള ഈ ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, എസ്റ്റേറ്റ് മേഖലയാണ്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം തന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങും. ഒരു വർഷം കൊണ്ട് ഏറ്റവും മിനിമം ഉള്ള ഒരു അവരുടെ റീസെറ്റിൽമെൻ്റ് എല്ലാം പൂർത്തിയാക്കാൻ പറ്റും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെ നമുക്ക് പറ്റുന്ന അത്രയും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ ആകെയുള്ള ഫണ്ട് ശേഖരിച്ച് വിവിധ പദ്ധതികൾ കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ഉപയോഗിക്കണം. നമുക്ക് വേണ്ടത്ര കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. കിട്ടുന്നത് ഉപയോഗിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ഇപ്പം നമുക്ക് നമ്മുടെ കുറച്ചുകൂടി നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കുറച്ചുകൂടി പല മേഖലയിലും അഡ്വാൻസ്ഡാണ്, അല്ലെങ്കിൽ കുറച്ച് മേഖല വ്യത്യസ്തതയുണ്ട്. ഈ ടൂറിസത്തിൽ തന്നെ മറ്റൊരു കാര്യം, ഈ സീ പ്ലെയിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സീ പ്ലെയിൻ പോലുള്ള ടൂറിസം മേഖലകളെ കണക്ട് ചെയ്തുകൊണ്ട് അതാണ് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ധനസഹായം കണ്ടെത്തിക്കൂടെ? ഉറപ്പായിട്ട് സീ പ്ലെയിനും ഉഡാൻ പദ്ധതിയുണ്ട് ഈ ചെറുപട്ടണങ്ങളിലൊക്കെ. എന്ന് പറഞ്ഞാൽ ചെറുപട്ടണമല്ല, നമുക്ക് മെയിനായിട്ടുള്ള എയർപോർട്ട് അല്ലാതുള്ള ചെറുവിമാനങ്ങൾ പോകുന്നതിന്, ഹെലികോപ്റ്റർ പോകുന്നതിന്, അതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ടൂറിസം കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള ഇൻസൈഡ് പ്രദേശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമ്മൾ ഉപയോഗിക്കും. വലിയ തോതിലുള്ള വെട്ടിക്കുറവ് നമുക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷമായിട്ട്. അതിനെ സ്ട്രഗിൾ ചെയ്ത് നേരിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം നിലനിർത്തി പോകുന്നത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കൊടുത്ത കഴിഞ്ഞ 5 വർഷക്കാലം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ 5 വർഷക്കാലം 35,000 കോടിയാണ് ചിലവാക്കിയതെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനം വരുമ്പോൾ 50,000 മുതൽ 55,000 കോടി വരെ കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ പെൻഷൻ തന്നെ അത്രയും വർധന വന്നിരുന്നു. അപ്പോൾ അത് കൊടുക്കും, പിന്നീട് ബാക്കി കാര്യങ്ങൾ പിന്നീട് നോക്കും. ഇതാണ് ഒരു കാര്യം. പിന്നെ മറ്റു കാര്യം ചോദിച്ചാൽ നികുതി പോലുള്ള കാര്യങ്ങളാണ്. പിന്നെ നികുതിയുടെ കാര്യത്തിൽ സാധാരണ ഏത് ഗവൺമെൻറ്റും ഓരോ ഘട്ടത്തിലും അല്പാൽപ്പം ചില മേഖലകൾ വർദ്ധിപ്പിക്കും. വലിയ തോതിലില്ല, എന്നാൽ എപ്പോഴും ഓരോ ഗ്രോത്തും ഓരോ വർഷവും വരുന്നതിനനുസരിച്ച് ചെറിയ ചില റിസോഴ്സസ് കണ്ടെത്താതെ പോകാൻ പറ്റില്ല. അതാണ് വിഴിഞ്ഞ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട്
കുറച്ചുകൂടി ഡെവലപ്മെന്റ്സ് അല്ലെ അതിനുള്ള പദ്ധതി ആവിഷ്കാരങ്ങളുണ്ടോ? വിഴിഞ്ഞം ഒരു പ്രധാനപ്പെട്ട ഗെയിം ചേഞ്ചറാണ്. വിഴിഞ്ഞം ഒരു ഇന്ത്യയുടെ തന്നെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു താക്കോലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കേരളത്തിന് അതിൻ്റെ ഈ ഇന്ത്യക്കാകെ ബെനിഫിഷ്യലായിട്ടുള്ള ഒരു വലിയ പദ്ധതി അത് മിക്കവാറും ഓൾമോസ്റ്റ് നമ്മൾ തന്നെ ഇപ്പോൾ ചിലവാക്കേണ്ടി വരിക. എന്നാൽ പോലും അത് കംപ്ലീറ്റ് ചെയ്യും. അത് വലിയ ഒരു മാറ്റം ഉണ്ടാക്കും. എക്കണോമിയുടെ രംഗത്തും വലിയ മാറ്റം ഉണ്ടാക്കും. സംസ്ഥാന ബജറ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിഴിഞ്ഞം എന്ന കംഫോർട്ട് സോണിൽ നിന്നുകൊണ്ട് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലൊക്കെ ഉള്ള സാധ്യതകളൊക്കെ പരിഗണിക്കുന്നുണ്ട്. എന്തായാലും വളരെ ജനക്ഷേമമായിട്ടുള്ളൊരു ബജറ്റ് തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ടിൻഡു പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കാം കേരളത്തിലെ ബഡ്ജറ്റിൽ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം. കുറേ കാര്യങ്ങൾ ബാലഗോപാൽ പങ്കുവച്ചിട്ടുണ്ട്. വിഴിഞ്ഞത്തിനും വയനാടിനും കൂടുതൽ ഉണ്ടാകും എന്നാണ്. എന്നാൽ പെൻഷൻ ഒന്നും വർദ്ധിപ്പിക്കാനില്ല. സാമ്പത്തിക പ്രതിസന്ധി വിഴിഞ്ഞവും വയനാടും ഒക്കെ കേന്ദ്രം കൂടി കൈയഴിഞ്ഞ് സഹായിക്കും എന്നുള്ളത് കൊണ്ട് ധൈര്യമായി അങ്ങനെയൊക്കെ പറയാമല്ലോ. ഏതായാലും അപ്പോഴും പാവപ്പെട്ട ജനങ്ങളാണ് പട്ടിണിയിലാവുന്നത്. ഈ രാവിലെ ഇന്ന് നമ്മൾ കേട്ടത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് കൊട്ടാരക്കരയിൽ ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിച്ചിട്ട അപകടത്തിൽ ദമ്പതികൾ മരിച്ചു എന്ന വാർത്ത. അടൂർ ഏഴംകുളം സ്വദേശികളായ തമ്പി, അദ്ദേഹം രോഗിയായിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്യാമള എന്നിവരാണ് മരിച്ചത്. കൊട്ടാരക്കര സദാനന്ദപുരത്തായിരുന്നു അപകടമുണ്ടായത്. വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു. മനോജ് രാവിലെ ആശുപത്രിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നിരുന്നതാണ്. മനോജ്, എന്താണ് സംഭവിച്ചത്? ജീവൻ നിലനിർത്താനുള്ള പാച്ചിലിനിടെ രണ്ടുപേരുടെ ജീവൻ നഷ്ടമാകുന്നു. മാത്രമല്ല അവർ ദമ്പതികൾ, അവരുടെ മകൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും കേൾക്കുന്നു. എന്താണ് വിവരങ്ങൾ? രാജ്, ഇന്ന് പുലർച്ചെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. അതായത് ഈ രാത്രി 12 മണിക്ക് ശേഷം MC റോഡിൽ കൊട്ടാരക്കര സദാനന്ദപുരത്ത് വെച്ചാണ് ഈ രോഗിയുമായി പോയ ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിക്കുന്നത്. ഈ കോഴി ലോറിയായിരുന്നു ഈ ആംബുലൻസുമായി കൂട്ടിയിടിച്ചത്. ഈ ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും ഭാര്യയുമാണ് മരിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ ദമ്പതികളാണ്. അടൂർ ഏഴംകുളം മരിതിമൂട് സ്വദേശി തമ്പി, അതോടൊപ്പം തന്നെ ഭാര്യ ശ്യാമള എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. 65 വയസ്സാണ് ഇവർക്കുള്ളത്. ഇവരുടെ തമ്പി ഹൃദ്രോഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ അസുഖവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയത്താണ് കൊട്ടാരക്കര ഭാഗത്തേക്ക് പോയ ഈ മിനി ലോറിയുമായി കൂട്ടിയിടിച്ചത്. ലോറിയിൽ 4 പേരും ആംബുലൻസിൽ 5 പേരും ഉണ്ടായിരുന്നു. 2 വാഹനങ്ങളിലുമായി ആകെ 9 പേർ. ഇതിൽ 2 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഇവരുടെ മകളായിട്ടുള്ള ബിന്ദുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോറിയിൽ ഉണ്ടായിരുന്നവരെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ലോറിയിൽ ഉണ്ടായിരുന്നത് ജലീൽ, ഡ്രൈവറാണ്, കുരിപ്പുഴ സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ 3 പേര് ബംഗാൾ സ്വദേശികളാണ്, സബലു, ഉബൈദ്, മാലിക് എന്നിവർ. ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ദമ്പതികളും ഒപ്പം മകളും ഒപ്പം മറ്റ് 2 പേരും ഉണ്ടായിരുന്നു, ഡ്രൈവറും ലിബിൻ സാബുവും. ഇതിൽ ലിബിൻ ബാബുവിന്റെ നില മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യമാണ് അറിഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്, അതായത് ഈ സദാനന്ദപുരത്തേക്ക് വരുമ്പോൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ നാട്ടുകാർക്ക് എന്താണ് ഇതിനെക്കുറിച്ച്, അപകടത്തെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ള പറയാനുള്ള ആ ഒരു അതായിരിക്കാം മനോജ്. കാരണം ഇതൊരു അർദ്ധരാത്രി സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ ജനങ്ങളൊന്നും തന്നെ കാണില്ല. അതുകൊണ്ട് അവർക്ക്, നാട്ടുകാർക്ക് പോലും ഇത് എപ്പോൾ സംഭവിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ അറിയില്ല. ആംബുലൻസ് വളരെ വേഗത്തിലുമായി, കാരണം വാഹനങ്ങൾ അധികം ഇല്ലാത്തത് കൊണ്ട് വളരെ വേഗത്തിൽ പോവുക. അതേസമയം മറുവശത്ത് മിനി ലോറി, അവരും ഈ രാത്രി സഞ്ചാരികളാണല്ലോ പതിവായി കോഴികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നവരെന്നാണ് മനസ്സിലാക്കുന്നത്. അവരും ഒപ്പമുണ്ട്. അവരുടേതാണ് മിനി ലോറി. അപ്പോൾ സ്വാഭാവികമായും അപകടത്തിൻ്റെ ആഴം കൂടാൻ ഒരു പ്രധാന കാരണം അത് തന്നെയായിരിക്കും, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാവും. ഈ രാത്രി സമയമായതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഡ്രൈവർമാർ ഉറങ്ങിപ്പോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ളതിനെ പറ്റിയൊക്കെ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. എന്തായാലും കൊട്ടാരക്കര പോലീസ് അവിടെ സ്ഥലത്തെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ നാട്ടുകാരൊക്കെ ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഈ തമ്പിയെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. ശ്യാമളയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ളവർ ചികിത്സയിലുണ്ട്.
ഇവരുടെ മകളുടെ നില, ബിന്ദുവിന്റെ നില ഗുരുതരമാണ് എന്നാണ് ആദ്യം അറിയാൻ സാധിച്ചത്. ഇപ്പോൾ എന്തായാലും ഇവരും ചികിത്സയിൽ അങ്ങനെ തുടരുകയാണ്. ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തുന്നു. അതായത് ഒരു ദമ്പതികളാണ് ഇത്തരമൊരു അപകടത്തിൽ അവർ ജീവൻ പൊലിഞ്ഞിട്ടുള്ളത്. എന്തായാലും മറ്റ് നടപടികളുമായി പോലീസും മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഈ അപകടത്തിനുള്ള കാരണം എന്നുള്ളത് നിലവിൽ വ്യക്തമല്ല. ശരി, എന്തായാലും ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ്. 2 ജീവനുകളാണ് പൊലിഞ്ഞത്. കൊട്ടാരക്കരയിൽ ലോറിയും ആംബുലൻസും കൂട്ടിയിടിച്ചാണ് അപകടം. അപ്പം പരിക്കേറ്റ മകൾ ഗുരുതരമായി പരിക്കേറ്റ എപ്പോഴും ചികിത്സയിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് എം മനോജ് പങ്കുവച്ചത്. പുത്തമ്പുലരി 1 മണിക്കൂറാകുന്നു. അപ്പോൾ കഴിഞ്ഞ 1 മണിക്കൂറിൽ പ്രധാനമായി സംഭവിച്ച എന്ത്, അതിൻ്റെ വാർത്തകൾ കൂട്ടിച്ചേർത്ത് പ്രധാന വാർത്തകൾ നോക്കാം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ പോളിംഗ് തുടരുന്നു. 70 മണ്ഡലങ്ങളിൽ വിധിയെഴുത്ത്. ആം ആദ്മി പാർട്ടി പുതിയ വിവാദത്തിൽ. 5 ലക്ഷം രൂപയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 ജീവനക്കാർ പിടിയിൽ. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ എല്ലാ വോട്ടർമാരും പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ഇന്ന് മഹാകുംഭമേളയിൽ. രാവിലെ 11-ന് ത്രിവേണി സംഗമത്തിൽ സ്നാനം. പ്രയാഗ്രാജിൽ വൻ സുരക്ഷ. മന്ത്രി റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് എമ്മിനും CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിൽ വന്നത് പ്രയോജനം ചെയ്തില്ല. ഇടുക്കി പാക്കേജ് വെറും പ്രഖ്യാപനമായെന്നും പ്രവർത്തന റിപ്പോർട്ട്. ടോൾ കൊള്ള മുൻ പഠനങ്ങൾ മറച്ചുവെച്ച്. ടോൾ പിരിവിൽ നേട്ടമില്ലെന്ന മുൻ പഠന റിപ്പോർട്ട് അവഗണിച്ചു. ജി സുധാകരന്റെ കാലത്ത് ഒഴിവാക്കിയ 14 പാലങ്ങൾക്ക് വീണ്ടും യൂസർ ഫീ. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് വൈകിട്ട് 4-ന് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കും. 1 ലക്ഷത്തിലേറെ പേർ ഒഴുകിയെത്തും. കൊട്ടാരക്കരയിൽ ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ച് ദമ്പതികൾ മരിച്ചു. മരിച്ചത് അടൂർ ഏഴംകുളം സ്വദേശികളായ രോഗിയും ഭാര്യയും. മകൾക്ക് ഗുരുതര പരിക്ക്. ക്രിസ്മസ് നവവത്സര ബമ്പറിലെ വിജയികളെ ഇന്നറിയാം. 20 കോടി രൂപ ഒന്നാം സമ്മാനം. 21 പേർ കോടീശ്വരന്മാരാകും. തലസ്ഥാനത്ത് നറുക്കെടുപ്പ് ഉച്ചയ്ക്ക് 1:30. വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം. ക്രിസ്മസ് ബമ്പർ എടുത്തിരുന്നോ? ഇല്ല, എടുത്തില്ല. ഇനിയിപ്പോൾ എടുക്കണമെന്ന് തോന്നുന്നു, നോക്കാം. ഏതായാലും ഭാഗ്യം 7 ഏലത്ത് പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എടുക്കാമെന്നേ ഉള്ളൂ, കിട്ടുമെന്നില്ലല്ലോ. നമുക്ക് ഇടുക്കി ജില്ലാ സമ്മേളനം, CPM ജില്ലാ സമ്മേളനത്തിലേക്ക്. അവിടെ രൂക്ഷ വിമർശനമാണ്. ആഭ്യന്തരമന്ത്രിക്ക് പോലും, ആഭ്യന്തര വകുപ്പിന്, ആഭ്യന്തരമന്ത്രിക്കെന്ന് പറയാൻ പറ്റില്ലല്ലോ, ആഭ്യന്തര വകുപ്പിന് രൂക്ഷ വിമർശനമുണ്ട്. മാത്രമല്ല, ഇതാദ്യമായി കേരള കോൺഗ്രസ് എമ്മിനെതിരെ പറയുകയാണ് CPM. അതായത് റോഷി അഗസ്റ്റിനെയും കേരള കോൺഗ്രസ് എമ്മിനെയും രൂക്ഷമായി വിമർശിക്കുകയാണ് CPM ഇടുക്കി ജില്ലാ സമ്മേളനം. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിൽ വന്നത് പ്രയോജനം ചെയ്തില്ല. ഇടുക്കി പാക്കേജ് വെറും പ്രഖ്യാപനമായി. ആഭ്യന്തര വകുപ്പിനും ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുണ്ട്. വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പം ചേരുന്നു. സുബിൻ, ഈ അടക്കം പറച്ചിലുകൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട വേദിയിൽ കേരള കോൺഗ്രസ് വന്നതിന് ശേഷം ഇത്രമേൽ രൂക്ഷമായ വിമർശനം ഇതാദ്യമായാണ് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇടുക്കി ജില്ലാ സമ്മേളനത്തിനുണ്ടായത്. ഇടുക്കി ജില്ലയെ പ്രതികരിച്ചുള്ള മന്ത്രിയാണ്. ഈ മന്ത്രി ജില്ലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഈ പ്രവർത്തക റിപ്പോർട്ടിലൂടെ അവർ ഉന്നയിച്ചത്. ഇത് അതിനുശേഷം നടന്ന ചർച്ചയിലും ഇത് വലിയ രീതിയിൽ നേതാക്കൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഈ കേരള കോൺഗ്രസ് വന്നതിന് ശേഷം ഈ CPM അല്ലെങ്കിൽ കേരള കോൺഗ്രസ് വന്നതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായും ഒരു വിലയിരുത്തലുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയമാണെങ്കിൽ പോലും തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വോട്ട് കുറയാനുണ്ടായ സാഹചര്യം അത്
ഈ കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വോട്ട് ചോർച്ചയാണ് എന്നുള്ളതാണ് അവർ പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിന്റെ വികസന പ്രവർത്തനങ്ങൾ ജില്ലയിൽ പലപ്പോഴും മന്ത്രി ഇല്ല എന്നുള്ളതാണ്. അതായത് ജില്ലയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട മന്ത്രി പലപ്പോഴും ജില്ലയിലില്ല, ജില്ലയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും പറഞ്ഞത്. ഇതിൽ അവർ എടുത്തു കാണിക്കുന്ന മറ്റൊരു കാര്യമെന്നുള്ളത് എം എം മണി മന്ത്രിയായിരുന്നപ്പോൾ ഈ ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വികസനം, കൂടാതെ ഈ റോഡുകളുടെ ഇടുക്കി ജില്ലയിലെ റോഡുകളുടെ ഒരു അവസ്ഥകളെല്ലാം മാറിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു വിമർശനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിന്റെ പ്രവർത്തനത്തിൽ CPM തൃപ്തരല്ല, CPM പ്രവർത്തകർ തൃപ്തരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള കോൺഗ്രസ് എത്തിയതും ഒരു തരത്തിലും ഗുണം ചെയ്തില്ല എന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയും കൃഷി വകുപ്പിനെതിരെയും ഈ സമാനമായ ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് പലപ്പോഴും ഈ പോലീസുകാരുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ പല പോലീസ് സ്റ്റേഷനുകളിലും കയറി ചെല്ലാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് ഇവർ നേതാക്കൾ അല്ലെങ്കിൽ ഈ പ്രവർത്തകർ CPM പ്രവർത്തകർ തന്നെ പറയുന്നത്. ഈ CPM പ്രവർത്തകർ എന്ന രീതിയിൽ ചെല്ലുമ്പോൾ പോലും പോലീസ് ഇടപെടൽ അത് ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ പലപ്പോഴും അകാരണമായി തന്നെ ഈ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തിരിച്ചുകൊണ്ടു പോകുന്നു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നു. ഇവിടെയെല്ലാം തന്നെ പോലീസ് നിഷ്ക്രിയരായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് കാർഷിക മേഖലയാണ്. കഴിഞ്ഞ വേനലിൽ വലിയ രീതിയിലുള്ള കൃഷിനാശം ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏലകൃഷി എല്ലാം തന്നെ പൂർണ്ണമായും ഈ വാർത്ത നമുക്ക് വരും വാർത്തകളിൽ വളരെ പ്രാധാന്യത്തോടെ എടുക്കേണ്ടതുണ്ട്. കാരണം കേരള കോൺഗ്രസ് എമ്മിനെ നേരിട്ട് വിമർശിക്കുകയാണ് CPM. ഒപ്പം തന്നെ ഇപ്പം എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും ഈ അടക്കി പിടിച്ചു വെച്ച കാര്യങ്ങളാണ് നേതാക്കൾ പറയുന്നത് സർക്കാരിനെതിരെ. അതായത് ഈ ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറച്ചിലാണ് എന്ന് നമ്മൾ ഓർക്കണം. ആഭ്യന്തര വകുപ്പ് എന്ന് പൊതുവെ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കും, പക്ഷേ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി തന്നെയാണല്ലോ. ഏതായാലും സുബിൻ തോമസാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. തത്സമയത്തിലേക്ക്. ഈ സമയം മധുരമായ വാദ്യസംഗീതത്തിന്റെ ഈണത്തിൽ ഭാരതത്തിന്റെ ദേശീയ പതാക ഈ ചടങ്ങിലേക്ക് ആനയിക്കപ്പെടുന്നു. സേനാംഗങ്ങൾ നിറഞ്ഞ മനസ്സോടെ ദേശീയ പതാകയ്ക്ക് ദേശീയ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ ആദരമർപ്പിക്കുന്നു. ബാൻഡ് വിഭാഗം ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എല്ലാ ബഹുമാന വ്യക്തികളും എഴുന്നേറ്റ് നിൽക്കണമെന്നും യൂണിഫോം ധരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ ദേശീയ പതാകയോടുള്ള ആദരസൂചകമായി സല്യൂട്ട് ചെയ്യണമെന്നും അറിയിക്കുന്നു.
സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനായി തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ശ്രീ എസ് സജീവ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന ജയിൽ സേനയിലെ ഒരംഗം എന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും സേവനം നടത്തുമെന്നും പക്ഷഭേദം, സ്വജനപ്രീതി, വിദ്വേഷം, പ്രതികാരബുദ്ധി എന്നിവയ്ക്ക് അതീതമായി എൻ്റെ പരമാവധി അറിവും കഴിവും കാര്യക്ഷമതയും ഉപയോഗിച്ച് ഭരണഘടനയിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് സേനയുടെ അന്തസ്സിന് ചേർന്ന രീതിയിൽ ഒരു ജയിൽ സേനാംഗമെന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് തിരുവനന്തപുരത്ത് നടക്കുന്നു. അവിടെ മുഖ്യമന്ത്രി സല്യൂട്ട് സ്വീകരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയായ ഹോട്ടൽ ഉടമ പിടിയിൽ. തൃശൂർ കുന്നംകുളത്ത് വെച്ചാണ് ദേവദാസിനെ പിടികൂടിയത്. പ്രതിയെ മുക്കം പോലീസ് ചോദ്യം ചെയ്യുന്നു. കേസിൽ ഇനി 2 പ്രതികൾ കൂടി പിടിയിലാകുന്നുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാലൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, വളരെ ഞെട്ടിപ്പിക്കുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആ കുട്ടി ഫോണിൽ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കടന്നു വന്ന് സംസാരിക്കുന്നതും എന്നെ വെറുതെ വിടൂ എന്ന് ആ കുട്ടി പറയുന്നതും അലറിക്കരയുന്നതും അതിനുശേഷമാണ് ആ കുട്ടി മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ പ്രതിയെ എവിടെ നിന്നാണ് പിടികൂടിയത്? പ്രതി ദേവദാസനെ 3 പ്രതികളാണ് കേസിലുള്ളത്. ദേവദാസും ഹോട്ടൽ ഉടമയായിട്ടുള്ള ദേവദാസും സഹായികളായിട്ടുള്ള സുരേഷും റിയാസും, അങ്ങനെ 3 പേരായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിയോട് കൂടിയിട്ട് ഈ പെൺകുട്ടി താമസിക്കുന്ന ഹോട്ടൽ ലോഡ്ജിലെത്തി പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അങ്ങനെ പീഡന ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി മാരകമായ പരിക്കുകളോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. ആ കേസിലെ പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായിട്ട് പ്രതികളിലേക്കൊന്നും എത്താൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് രാവിലെ തൃശൂർ കുന്നംകുളത്ത് വെച്ച് മുക്കം പോലീസ് തന്നെ ദേവദാസിനെ പിടികൂടിയിരിക്കുകയാണ്. അയാളെ ഇപ്പോൾ മുക്കം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അയാളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേസിൽ 3 പ്രതികളുണ്ട്. ഒരു റിയാസും സുരേഷും, 2 പേർ കൂടി പിടിയിലാവാനുണ്ട്. മാരകമായ പരിക്കുകളോടെയാണ് ഈ പെൺകുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതായത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടി പെൺകുട്ടി തന്റെ മുറിയിൽ വീഡിയോ ഗെയിം കളിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പീഡന ശ്രമം ഉണ്ടാവുന്നത്. ആ സമയത്ത് വീഡിയോ ഗെയിമിന്റെ റെക്കോർഡിംഗ് ഓൺ ആയതിനാൽ ഇവർ വന്ന് കയറുന്നതും അല്ലെങ്കിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതും തുടർന്ന് പെൺകുട്ടി ബഹളം വെക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളും സംഭാഷണങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. പേടിക്കേണ്ട, മാനം പോകും, ഭയപ്പെടേണ്ട എന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഈ പ്രതികൾ പെൺകുട്ടിയോട് പറയുന്നത് വളരെ കൃത്യമായിട്ട് ആ വീഡിയോ ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ സംഭാഷണങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതുമാണ്. പിന്നീട് പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നു. ആ താഴേക്ക് ചാടിയതിനു ശേഷം ഈ പ്രതികൾ ഒരാളായിട്ടുള്ള റിയാസ് തന്നെ പെൺകുട്ടിയെ വലിച്ചിഴച്ച് ഈ കെട്ടിടത്തിനകത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നു. പിന്നീട് നാട്ടുകാർ ഇടപെട്ടാണ് തടഞ്ഞത്. അവിടെ നിന്ന് ഈ 3 പേരും രക്ഷപ്പെടുകയായിരുന്നു, ഒഴിവിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ദേവദാസനെ മുക്കം പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യാത്ര ചെയ്തത് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുന്നതിനുള്ള യാത്രക്കിടയിലായിരുന്നു ദേവദാസ്. അതിനിടയിലാണ് മുക്കം പോലീസ് പിടികൂടുന്നത്. മറ്റു 2 പേരെ കൂടി പിടികൂടാനുണ്ട്. ഇപ്പോൾ ദേവദാസിനെ മുക്കം പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് രേഖപ്പെടുത്തും. തുടർന്ന് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഗോകുൽ, ഈ സംഭവത്തിൽ ഈ പോലീസ് എന്താണ് പറയുന്നത്? കാരണം കുടുംബം ഇനിയും തെളിവുകൾ കയ്യിലുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പോലീസ് എന്താണ് അതിനോട് പ്രതികരിക്കുന്നത്?
ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വിവരങ്ങൾ ആണ് നമുക്ക് കൂടുതലായി ലഭിക്കുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. കാരണം ഇത്തരത്തിലൊരു സംഭവം നടന്ന് നാട്ടുകാരൊക്കെ ഓടിക്കൂടിയതിനു ശേഷവും ഈ 3 പേർ പെട്ടെന്ന് ഒളിവിൽ പോകുന്നു. അവരെ പിടികൂടാൻ സാധിക്കാത്തതിനാൽ വലിയ സമ്മർദ്ദം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വിവിധ BJP ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇന്ന് BJP അങ്ങോട്ടേക്ക് മാർച്ചൊക്കെ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് പോലീസിന്റെ ഒരു കാര്യം നമുക്ക് വ്യക്തമല്ല. സ്വാഭാവികമായിട്ട് ദേവദാസിനെ പിടികൂടിയതിനാൽ വരുന്ന നിമിഷങ്ങൾക്കകം തന്നെ ഒരു ബ്രീഫിംഗ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല വനിതാ കമ്മീഷനൊക്കെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. റൂറൽ SP-യോട് 2 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനൊക്കെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള സമ്മർദ്ദം എല്ലാ ഭാഗത്തു നിന്നും പോലീസിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് പോലീസിന്റെ മേൽ. അതിനാൽ തന്നെ പോലീസ് ഒരു വിശദീകരണത്തിന് ഒരു മറുപടിക്കോ ഒന്നും തയ്യാറായിരുന്നില്ല. പക്ഷേ 1-ാം പ്രതിയെ പിടികൂടിയതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ബ്രീഫിംഗ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു 2 പേരെ പിടികൂടാൻ കൂടി ഉള്ളതിനാൽ അത്തരത്തിലൊരു ബ്രീഫിംഗ് നിർബന്ധമാണ്. 3 മാസമേ ആയിട്ടുള്ളൂ ഈ പെൺകുട്ടി ഇവിടെ ജോലിക്ക് വന്നിട്ട്. പെൺകുട്ടിക്ക് നേരത്തെ തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു വിവരം കൂടെ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. മറ്റു ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ പങ്കുവെക്കാൻ ഉണ്ട് എന്ന് കുടുംബം കൂടെ പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും കേസിന് തെളിയിക്കാൻ അല്ലെങ്കിൽ മറ്റു പ്രതികളിലേക്ക് എത്താൻ ഒരു നിർണായകമായ തെളിവുകളാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയുമായിട്ടും അവരുടെ കുടുംബവുമായിട്ടും നല്ല ബന്ധം ഇയാൾ പുലർത്തിയിരുന്നു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടിക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ എടുത്തു കൊടുത്തത് ഈ ദേവദാസാണ് എന്ന് പറയപ്പെടുന്നു. അതിനും സ്ഥിരീകരിച്ച ഒരു വിവരം ലഭ്യമാകേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളുടെയൊക്കെ മുഴുവൻ വിവരങ്ങളും അല്പസമയത്തിനകം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചില്ല എങ്കിൽ, പ്രതികളിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് കുടുംബം പറയാൻ കാരണം പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ എന്നൊരു സംശയം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനാലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു തെളിവുകൾ പുറത്തുവിടാൻ കുടുംബം നിർബന്ധിതരായത്. ഇനിയും അറസ്റ്റ് ഉണ്ടായില്ല എങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നൊരു കാര്യമാണ് കുടുംബം പറയുന്നത്. അതിനിടയിലാണ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തും. മറ്റു നിയമ നടപടികളിലേക്കും വരുന്ന മണിക്കൂറുകൾ പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഈ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ എന്നത് എന്തായിരിക്കും? അതായത് ഇപ്പോൾ ആ കുട്ടി വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഇവർ ആക്രമിക്കാൻ വരുന്നു അല്ലെങ്കിൽ മോശമായി പെരുമാറുന്നു. ആ സമയത്ത് ആ കുട്ടി റെക്കോർഡ് ചെയ്തതോ അറിയാതെ റെക്കോർഡായതോ ഒക്കെ ആവാം. ആ തെളിവുകൾ അത്രയല്ലേ ഉള്ളൂ. അതിനപ്പുറത്തൊരു തെളിവും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. പക്ഷേ ഇതിന് മുൻപും ഇത്തരം ശല്യം ചെയ്യൽ ശ്രമങ്ങളൊക്കെ നടന്നു എന്നതിൻ്റെ തെളിവുകളാകാം. ആ കുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ച മെസ്സേജുകളോ അല്ലെങ്കിൽ മറ്റ് തെളിവുകളോ ഒക്കെ ആവാം. അതാണ് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇതാദ്യമായല്ല. മാത്രമായിരിക്കണമെന്നില്ല, വേറെ മറ്റു പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, അവരിലേക്ക് കൂടെ ഇത്തരത്തിലുള്ള പീഡന ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇനിയും നടുക്കം വിട്ടുമാറാത്ത ഒരു സംഭവമാണത് എന്ന കാര്യത്തിൽ സംശയമില്ല. മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി ഹോട്ടൽ ഉടമ പിടിയിലായിരിക്കുന്നു. അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തുമെന്നാണ് ഗോകുൽ കെ വേണുഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വീണ്ടും കുംഭമേളയിലേക്ക്. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രയാഗ്രാജിൽ എത്തും. എസ് നന്ദഗോപനുണ്ട്. നന്ദൻ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയവും ഒത്തുചേരലും കൂടെയാണ് കുംഭമേളയിൽ നടക്കുന്നത്. അതിൻ്റെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ, ക്രമീകരണങ്ങൾക്കൊക്കെ തന്നെ മുൻപന്തിയിൽ നിന്നതും പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ഇന്ന് അവിടേക്ക് എത്തുകയാണ്. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണല്ലോ അവിടെ ഒരുക്കിയിട്ടുള്ളത്. എപ്പോഴായിരിക്കും അദ്ദേഹം അവിടേക്ക് എത്തുക? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കും. പ്രയാഗ്രാജ് വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും സ്വീകരിക്കുക. 11 മണിയോടുകൂടി പ്രധാനമന്ത്രി ഗംഗാ യമുന സരസ്വതി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യും. ഇതിനു മുമ്പായി നടക്കുന്ന പ്രത്യേക ആരതികളിലും പൂജകളിലും അദ്ദേഹം പങ്കെടുക്കും. 10-നാകും രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാകുംഭമേളയിൽ പങ്കെടുക്കുക. VIP സന്ദർശനത്തോടനുബന്ധിച്ച് പ്രയാഗ്രാജിൽ സുരക്ഷ കർശനമാക്കി. ഇതിനു പുറമെ നേരത്തെ ഉണ്ടായ അപകടങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ക്രമീകരണങ്ങളാണ് തീർത്ഥാടകർക്കായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭക്തർക്ക് സുഗമമായി ഈ സ്നാനം നടത്തി മടങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള സന്നാഹങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല കൂടുതൽ വോളണ്ടിയേഴ്സിനെയും പോലീസിനെയും കൂടുതലായി ഇവിടെ നിയമിച്ചു. അതിനാൽ തന്നെ ഇപ്പോൾ കൂടുതലായിട്ടുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല 45 ദിവസം നീണ്ടു നിൽക്കുന്ന കുംഭമേളയിൽ ഏതാണ്ട്
ഏതാണ്ട് 45 കോടി ജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. ഇതിനോടകം തന്നെ ഏതാണ്ട് 35 കോടി ജനങ്ങൾ കുംഭമേളയിൽ പങ്കെടുത്ത് മടങ്ങി എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാർ നൽകുന്ന ഔദ്യോഗിക കണക്കുകൾ. ഈ ഉത്തർപ്രദേശിന്റെ മുഴുവൻ മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളും ഇതിനോടകം തന്നെ ത്രിവേണി സംഗമ ഭൂമിയിൽ സ്നാനം ചെയ്തു. മാത്രമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖരും ഈ സംഗമ ഭൂമിയിൽ എത്തി സ്നാനം നിർവഹിച്ചിരുന്നു. ഇന്നലെ ഭൂട്ടാൻ രാജാവ് ജിഗ്മെ വാങ്ചുക് ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരമായിരുന്നു ഇന്നലെ അദ്ദേഹം കുംഭമേളയിൽ പങ്കെടുക്കാൻ ഭൂട്ടാനിൽ നിന്നും എത്തിയത്. ഇങ്ങനെ വലിയ പ്രമുഖരുടെ ഒരു നിര തന്നെ കുംഭമേളയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തുന്നു. ഇതിനു പുറമെ സാധാരണക്കാരായ ജനങ്ങൾ അണമുറിയാതെ കുംഭനഗരിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. രജനി. എന്തായാലും മഹാസംഗമ ഭൂമിയിലേക്ക് പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ എത്തുന്നു. രാവിലെ 11 മണിയോടെയായിരിക്കും അദ്ദേഹം എത്തുക. ത്രിവേണി സംഗമത്തിൽ സ്നാനമടക്കം ചെയ്യും. എന്തായാലും വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വീണ്ടും രാജ്യതലസ്ഥാനത്തേക്ക് അവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് തുടരുന്നു. 70 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. കേന്ദ്രഭരണ പ്രദേശത്ത് 1,56,00,000 വോട്ടർമാരാണ് ഇന്ന് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത്. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് വോട്ടെടുപ്പ്. അതേസമയം 5 ലക്ഷം രൂപയുമായി ഡൽഹി മുഖ്യമന്ത്രി അതിഷിയുടെ ഓഫീസ് ജീവനക്കാർ പിടിയിലായി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, രാവിലെ ഗൗതവുമായി സംസാരിക്കുമ്പോൾ അവിടെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ അധികം പേരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അധികം പേരെന്നല്ല, വിരലിൽ എണ്ണാവുന്നവർ മാത്രം അവിടേക്ക് വരുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ്? കൃഷ്ണാജി, ഇപ്പോൾ കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു VVIP ബൂത്താണ്. നിർമ്മാൺ ഭവനാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇവിടെ ധാരാളം വോട്ടർമാർ ഒപ്പം എത്തുന്നു. അതോടൊപ്പം തന്നെ പ്രമുഖ നേതാക്കൾ ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ ബൂത്തിലേക്ക് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ഒപ്പം ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. ഒപ്പം ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പർവേഷ് സാഹിബ് സിംഗ് വർമ്മ, ഇദ്ദേഹമാണ് അരവിന്ദ് കെജ്രിവാളുമായി ഇവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നമുക്കറിയാം പർവേഷ് വർമ്മ മുൻപ് MP ആയിരുന്നു. ഒപ്പം സാഹിബ് സിംഗ് വർമ്മ എന്ന BJPയുടെ ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. അങ്ങനെ വലിയ പ്രൊഫൈൽ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ BJPയുടെ ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട മുഖത്തെ തന്നെയാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനായി രംഗത്തിറക്കിയിട്ടുള്ളത്. അദ്ദേഹവും ഈ പിന്നിൽ കാണുന്ന പോളിംഗ് ബൂത്തിലാണ് അല്പസമയത്തിനകം എത്തി വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാഹനം ഈ ബൂത്തിനകത്തേക്ക് കടന്നു പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പുറത്തേക്ക് എത്തും. കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും പല പ്രമുഖ നേതാക്കൾക്കും ഡൽഹിയിൽ തന്നെയാണ് വോട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുലും പ്രിയങ്കയും സോണിയയും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഡൽഹിയിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. അരവിന്ദ് കെജ്രിവാൾ ഉച്ചയ്ക്ക് രാവിലെ 11 മണിയോടുകൂടി വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എത്തും. ഒപ്പം ഡൽഹി മുഖ്യമന്ത്രി അതിഷി, അതുപോലെ തന്നെ മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിൽ നിന്നുള്ളവരാണ്. അവർക്കെല്ലാം ഇവിടെ വോട്ടുണ്ട്. എന്നാൽ BJPയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നത് ഗുജറാത്തിലാണ്. അവരുടെ വോട്ട് ഗുജറാത്തിലാണ്. അതിനാൽ ഇന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി തുടങ്ങിയ കേന്ദ്ര മന്ത്രിസഭയിലെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നില്ല എന്ന വസ്തുത കൂടിയുണ്ട്. ഏതായാലും ഡൽഹിയിലെ എല്ലാ മണ്ഡലങ്ങളിലും 8 മണിയോടുകൂടി തന്നെ വോട്ടർമാരുടെ നീണ്ട നിര ആയി തുടങ്ങുന്നു എന്നാണ് നമുക്ക് മറ്റ് ബൂത്തുകളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. കൃഷ്ണരാജ്, ഈ ഇന്നലെ ഡൽഹി മുഖ്യമന്ത്രിയുടെ 2 ജീവനക്കാരെ, ഓഫീസിലെ 2 ജീവനക്കാരെ 5 ലക്ഷം രൂപയുമായി പിടികൂടിയിരുന്നുവല്ലോ. അപ്പോൾ വ്യക്തമായ രേഖകൾ ഇല്ലാത്ത കാരണത്താലാകാമല്ലോ പോലീസ് പിടികൂടിയത്, അല്ലേ?
കൃഷ്ണജി, തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി പണം വിതരണം ചെയ്യുന്നു എന്ന ആരോപണം BJP ആം ആദ്മിക്കെതിരെ ഉയർത്തുന്നുണ്ട്. ഡൽഹിയിലെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി തന്നെ പണം വിതരണം ചെയ്തുകൊണ്ട് അധികാരം തിരിച്ചുപിടിക്കാൻ, തെരഞ്ഞെടുപ്പിൽ പണം ഉപയോഗപ്പെടുത്തി ഒരു പണാധിപത്യ മാർഗത്തിലൂടെ അധികാരം നിലനിർത്തുവാനുള്ള ശ്രമം ആം ആദ്മി പാർട്ടി നടത്തുന്നു എന്നതാണ് BJPയുടെ ആരോപണം. ഡൽഹി മുഖ്യമന്ത്രി അതീഷിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ തന്നെ ഈ പണം വിതരണം ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്നു എന്നത് കഴിഞ്ഞ ദിവസം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം രാത്രിയാണ് ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ ഡൽഹി പോലീസ് ഡൽഹി മുഖ്യമന്ത്രി അതീഷിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കൽക്കാജി മണ്ഡലത്തിൽ പ്രചരണത്തിനിടയിൽ MCC നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഡൽഹി പോലീസിന്റെ 2 കോൺസ്റ്റബിൾമാരെ മുഖ്യമന്ത്രിയുടെ അനുയായികൾ ആം ആദ്മി പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ AAP സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഡൽഹി ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഡൽഹി മദ്യനയ അഴിമതിയും അതോടൊപ്പം തന്നെ ജലബോർഡ് അഴിമതിയും ഉൾപ്പെടെ വിവിധ അഴിമതി കേസുകൾ ഇതിനകം തന്നെ കഴിഞ്ഞ 11 വർഷമായി കെജ്രിവാൾ സർക്കാരിനെ വേട്ടയാടുന്നുണ്ട്. അതുകൂടാതെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ പ്രചരണ ഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ, യമുന നദിയിൽ വിഷം കലർത്തിയെന്ന പ്രസ്താവന, അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ തന്നെ കോളനികളിലും മറ്റും പണം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷമായ BJP ഡൽഹിയിൽ ഉയർത്തി കാണിക്കുകയാണ്. 11 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്നതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തി ഈ മദ്യനയ അഴിമതിയും യമുന നദിയുടെ ശോചനീയ അവസ്ഥയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി BJP ഡൽഹിയിൽ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഫലം BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടി ക്യാമ്പുകൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും 8-ാം തീയതി വരെ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനായി കാത്തിരിക്കണം. ശക്തമായ പ്രചരണം 70 മണ്ഡലങ്ങളിലും BJPയും ആം ആദ്മി പാർട്ടിയും നടത്തിയിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. കോൺഗ്രസ് പ്രചരണ രംഗത്ത് സജീവമായിരുന്നുവെങ്കിൽ പോലും മത്സരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേൽക്കൈ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. 2015-ലും 2020-ലും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ ഡൽഹിയിൽ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. നമുക്കറിയാം, 2000 മുതൽ ഏതാണ്ട് 15 വർഷക്കാലം ഷീലാ ദീക്ഷിതിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇവിടെ അധികാരത്തിലിരുന്നുവെങ്കിൽ പോലും പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കോൺഗ്രസ് ഡൽഹിയിൽ ക്ഷയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതിനാൽ ഈ തെരഞ്ഞെടുപ്പിലും പ്രചരണ രംഗത്തും അതല്ലെങ്കിൽ മത്സര രംഗത്തും കോൺഗ്രസിന് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. 70 മണ്ഡലങ്ങളിലും മത്സരം BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ്. ശരി, എന്തായാലും 1 മാസത്തോളം നീണ്ട ശക്തമായ പ്രചരണത്തിനൊടുവിലാണ് ഡൽഹിയിൽ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ ജനങ്ങളൊക്കെ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തി തുടങ്ങിയെന്നാണ് നമുക്കറിയാം. കാരണം നമ്മൾ പറഞ്ഞപ്പോൾ ഈ കനത്ത മഞ്ഞ് അത് കാരണം അവിടേക്ക് എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ ഒരു തിരക്ക് കാണാം. ഇപ്പോൾ ഗൗതം നിൽക്കുന്നത് തന്നെ ഒരു VIP പോളിംഗ് ബൂത്തിലേക്കാണ്. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ ഡൽഹി ജനതയ്ക്ക് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കണം. ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന യുവാക്കൾക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. സമൂഹ മാധ്യമ കുറിപ്പിലാണ് നരേന്ദ്രമോദി സന്ദേശം പങ്കുവച്ചത്. ഈ മലപ്പുറം ഭാഗത്തൊക്കെ സെവൻസ് ഫുട്ബോളിൻ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ പഴയതുപോലെയല്ല, റഫറിയെ തല്ലൽ, തമ്മിലടിയൊക്കെ പതിവുമാണ്, എല്ലാ ദിവസവും സംഭവിക്കുന്നുമുണ്ട്. ഏതായാലും പാലക്കാട്ടും ഫുട്ബോൾ ആരവം ഉണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം രാത്രി ഒരു ഫുട്ബോൾ മത്സരത്തിൻ്റെ ഫൈനലിനിടെ ഗാലറി തകർന്നു വീണ സംഭവം ഉണ്ടായിരുന്നു. നിരവധി പേരാണ് താഴേക്ക് പതിച്ചത്. ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. സംഘാടകർക്കെതിരെ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. 70ഓളം കാണികൾക്ക് പരിക്കേറ്റു എന്നതാണ് വിവരം. ഗുരുതരമായ പരിക്കല്ല എന്നത് മഹാഭാഗ്യം. കണക്കിൽ കൂടുതൽ പേരെ പ്രവേശിപ്പിച്ചോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് കണ്ടെത്തി കണക്കിൽ കൂടുതൽ പേർ അവിടെ ഉണ്ട് എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ അല്പസമയത്തിനകം ഒപ്പം ചേരും. ആ ദൃശ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മലപ്പുറത്തും ഗാലറി തകർന്ന ഒരു അപകടം ഉണ്ടായിരുന്നു. ഈ പണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫുട്ബോൾ പോലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. സംഘാടകരാണ് ഇതിൽ കൂടുതലും വീഴ്ച വരുത്തുന്നതെന്നുള്ള വാർത്ത. സംഘാടകരുടെ ലക്ഷ്യം എന്തായാലും കളി കാണാൻ വരുന്നവരുടെ സ്വപ്നം അത് മറ്റൊന്നാണ്. അവർക്ക് ഈ ആവേശ പോരാട്ടം കാണണം, അതിൽ അലിഞ്ഞമരണം. അപ്പോൾ ഒരു ഫൈനൽ പോരാട്ടമാകുമ്പോൾ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതില്ലല്ലോ.
ആരാധകരുടെ എണ്ണം അല്ലെങ്കിൽ കാണികളുടെ എണ്ണം കൂടും. ഫുട്ബോളിനെ സ്നേഹിക്കാത്തവർ ഒരുപക്ഷെ ഇതൊരു വലിയ സംഭവമാണല്ലോ, ഇത്രയും പേർ കൂടുന്നുണ്ടല്ലോ എന്നോർത്ത് അവിടേക്ക് വരും. അത് സ്വാഭാവികമാണ്. അപ്പോൾ എന്തായാലും സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അരുൺ ആലത്തൂറൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ അവിടെ ഇരുത്താവുന്നതിലും അധികം പേരെ പ്രവേശിപ്പിച്ചു എന്നതാണോ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? എന്തുകൊണ്ട് കേസെടുത്തു? തീർച്ചയായിട്ടും ഈ ഗാലറിയിൽ കൂടുതൽ ആളുകളെ കയറ്റിയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സംഘാടകർക്കെതിരെ പോലീസ് കേസെടുക്കുന്നതിന് കാരണമായിട്ട് പറയുന്നത്. നമുക്കതിൻ്റെ ആ ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഗാലറി പൊട്ടി വീഴുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വളരെ അധികം ആളുകൾ, അതായത് ആ ഗാലറിയിൽ ഇരിക്കാവുന്നതിലധികം ആളുകൾ അവിടെ ഇരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വല്ലപ്പുഴയിലെ ഫുട്ബോൾ ഫൈനലിനിടെ ഗാലറി തകർന്നു വീണ ഈ സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കണക്കിൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ചു എന്നതിലാണ് കേസ്. പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. ഒരാൾക്ക് നട്ടലിന് ഗുരുതര പരിക്കുണ്ട്, ഒരാളുടെ ഇടത് കാലിന് പൊട്ടൽ ഉണ്ട് എന്നുള്ളതാണ്. ഇവരുടെ മൊഴി പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 70ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഉൾക്കൊള്ളാവുന്നതിലധികം കാണികളെ കയറ്റി താൽക്കാലിക ഗാലറിയുടെ ഭാരം പരിഗണിച്ചില്ല എന്നിവയാണ് FIRലെ പരാമർശമായി പറയുന്നത്. 60 പേരാണ് അപകടത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇത്രയും ആളുകളെ ഈ ഗാലറിയിൽ സാധാരണഗതിയിൽ ഇരുത്താവുന്നതിലധികം ആളുകളെ ഇരുത്തിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് സംഘാടകർക്കെതിരെ കേസെടുത്തതിൽ പോലീസ് പറയുന്നത്. അരുൺ, ഈ അപകടത്തിൽപ്പെട്ടവർക്ക് ഗാലറി തകർന്നു വീണ സമയത്ത് ആർക്കും ഗുരുതരമായ പരിക്കില്ലല്ലോ അല്ലേ? അങ്ങനെ ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഒരാളുടെ നട്ടലിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്, ഒരാളുടെ ഇടത് കാലിന് പൊട്ടലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് ആളുകൾക്കൊന്നും വലിയ കാര്യമായ ഗുരുതര പരിക്കുകളില്ല, സാരമായ പരിക്കുകൾ മാത്രം, നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. സാരമായ പരിക്കാർക്കും ഇല്ല. പക്ഷേ ഈ 2 പേർക്ക് മാത്രം കുറച്ച് നല്ല രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ നട്ടലിന് പൊട്ടലേറ്റു എന്നുള്ളതും അതുപോലെ തന്നെ ഇടത് കാലിൻ്റെ എല്ലിന് ഉൾപ്പെടെ പരിക്കേറ്റു എന്നുള്ള അങ്ങനെ 2 പേരുടെ കാര്യങ്ങളിൽ മാത്രമാണ് ആശുപത്രിയിൽ നിന്ന് നല്ല രീതിയിൽ പരിക്കേറ്റു എന്ന് പറയുന്നത്. മറ്റാളുകൾക്ക് ഈ 60ഓളം ആളുകൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നുണ്ട്. പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എങ്കിൽ പോലും ഇത്തരമൊരു അപകടത്തിലേക്ക് വഴിവെച്ചത് ഈ സംഘാടകരുടെ പിഴവാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും നാട്ടുകാരായാലും മറ്റും ആരോപിക്കുന്നത്. ഒപ്പം തന്നെ പോലീസും ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തതിൽ പറയുന്നത് സംഘാടകരുടെ പിഴവാണ്. ഈ കയറ്റാവുന്നതിലും അധികം ആളുകളെ കയറ്റിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളത്. ശരി, ഒരാൾക്ക് നട്ടലിന് ഗുരുതര പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സംഘാടകരെയും പ്രഥമ ദൃഷ്ട്യാ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആളുകൾ കാണണമെന്ന നിർബന്ധ ബുദ്ധിയാൽ എത്തുമ്പോൾ അവർക്ക് പ്രവേശനം അനുവദിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലല്ലോ. പക്ഷേ സംഘാടകർക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കാം, സംവിധാനങ്ങളിൽ കൂടുതൽ കൃത്യത വരുത്താം, സുരക്ഷ ഒരുക്കാം. അതിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു അപകടം സംഭവിക്കില്ലല്ലോ. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ. ഇനി ചോദ്യപേപ്പർ ചോർച്ച വിഷയം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 അധ്യാപകർ കസ്റ്റഡിയിലായി എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. MS സൊല്യൂഷൻസിലെ അധ്യാപകരായ ജിഷ്ണു, ഫഹദ് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. ഗൂഗിൾ K വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗൂഗിൾ, വലിയ വിവാദമായൊരു വിഷയമായിരുന്നു ഈ ചോദ്യപേപ്പർ ചോർച്ച കേസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ ഭാവി വരെ അനിശ്ചിതത്വത്തിലാകുന്ന രീതിയിലായിരുന്നു MS സൊല്യൂഷൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 അധ്യാപകരെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു എന്നറിയുന്നു. എപ്പോഴായിരുന്നു ഈ ഒരു നീക്കം ഉണ്ടായത്? എന്താണ് വിവരങ്ങൾ? ഈ ചോദ്യപേപ്പർ ചോർച്ച സംഭവം നടന്നിട്ട് 2 മാസത്തിലേക്ക് അടുക്കുന്ന സമയത്താണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർത്തിയ ചോദ്യങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ആളുകളിലേക്ക് എത്തിച്ചു എന്ന ആരോപണം നേരിടുന്ന 2 അധ്യാപകരെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത്. ഒരാൾ മലപ്പുറം സ്വദേശിയാണ്, മറ്റൊരാൾ കോഴിക്കോട് സ്വദേശിയാണ്. 2 പേരോട് നേരത്തെ തന്നെ ചോദ്യം ചെയ്യലൊക്കെ ഹാജരാവാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇരുവരും ഹാജരായിരുന്നില്ല. അതേസമയം തന്നെ MS സൊല്യൂഷന്റെ ഉടമയായിട്ടുള്ള കേസിലെ 1ാം പ്രതി ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. ഹൈക്കോടതി നേരത്തെ ഷുഹൈബിന്റെ അറസ്റ്റും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടുപേരെ, ഫഹദ്, ജിഷ്ണു എന്ന് പറയുന്ന MS സൊല്യൂഷൻസിലെ 2 അധ്യാപകരെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് ക്രൈംബ്രാഞ്ച് സംഘവുമായി അന്വേഷിച്ച സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഇന്നലെ രാത്രിയായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ നിന്ന് മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന് തെളിവുകളാവുന്ന അല്ലെങ്കിൽ കേസിന് മുന്നോട്ടേക്ക് നയിക്കുന്ന എന്തെങ്കിലും തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഇവരിൽ നിന്ന് ലഭ്യമാവുകയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള കേസിലെ 1-ാം പ്രതി ഷുഹൈബിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. നേരത്തെ ഇവരൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷ നേടി കോഴിക്കോട് ജില്ലാ കോടതിയെ സമീപിക്കുകയും അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയെ തള്ളുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇപ്പോൾ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ഷുഹൈബിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. കേസിൽ 3 പ്രതികളാണ് ഉള്ളത്. നേരത്തെ മറ്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജീവനക്കാരെയൊന്നും കേസിൽ ഉൾക്കൊള്ളിക്കാത്തതിനെ വലിയ രീതിയിൽ കോടതി വിമർശിച്ചിരുന്നു. അതായത് MS സൊല്യൂഷൻസിലെ CEO ഷുഹൈബ് മാത്രം വിചാരിച്ചാൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാവില്ലല്ലോ, വിദ്യാഭ്യാസ വകുപ്പിലെ ചോദ്യപേപ്പറിന്റെ കസ്റ്റോഡിയൻ അവരിലെ ആളുകളൊന്നും എന്താ കേസിലെ പ്രതിയാവാത്തത് എന്നതിനെ സംബന്ധിച്ച വിമർശനങ്ങളൊക്കെ ക്രൈംബ്രാഞ്ചിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ കേസ് മുന്നോട്ടേക്ക് പോകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നൊക്കെ ഈ ഡിസംബർ 11-ാം തീയതി തന്നെ പറഞ്ഞിരുന്നെങ്കിലും കേസിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ, അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ സാധിക്കൂ, അവരുടെ മൊഴിയെടുക്കാൻ സാധിക്കാതെ ഒന്നും ചെയ്തിരുന്നില്ല. അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് വഴിവെച്ചിരുന്നു. ആദ്യം ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘം കേസ് ഏറ്റെടുത്തതിന് ശേഷവും വലിയ പുരോഗതി ഉണ്ടാവാത്തൊരു സാഹചര്യം. ഈ 3 പേർക്കും, ഷുഹൈബിനും ഫഹദിനും ജിഷ്ണുവിനും ഒക്കെ ചോദ്യം ചെയ്യലിനും മൊഴിയെടുക്കലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും മൂവരും മാറി നിന്നുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 2 അധ്യാപകരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. 2 അധ്യാപകർ അറസ്റ്റിലാകുമ്പോൾ അല്ലെങ്കിൽ പിടിയിലാകുന്നതോടെ ഈ ഷുഹൈബിലേക്കുള്ള ദൂരം കുറയുന്നുണ്ടോ? അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു തടസ്സം, ഇവർ ഒളിവിൽ പോയതിനു ശേഷം ഇവരിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇവരുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഓഫാണ്. ഈ ATM ഉപയോഗിച്ചുകൊണ്ട് പണം വിഡ്രോ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെയാണ് അവരിപ്പോൾ ഒളിവിൽ കഴിയുന്നത്. ഷുഹൈബിന് ഇപ്പോൾ കോടതിയുടെ തന്നെ ഒരു പരിരക്ഷയുണ്ട്. അതായത് അടുത്ത തവണ കേസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന നാൾ വരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഉപാധി ഹൈക്കോടതി വെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഷുഹൈബിന് അറസ്റ്റ് ഉണ്ടാവില്ല. ഒരു പക്ഷേ എടുക്കാം, ചോദ്യം ചെയ്യാം, മൊഴിയെടുക്കാം, വിട്ടയക്കാം എന്നതിനപ്പുറത്തേക്ക് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യവും സാധ്യതയൊന്നുമില്ല. പക്ഷേ പ്രതികൾ ആസൂത്രിതമായി മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാതെയാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തെളിവ് ലഭ്യമാകുമെന്നൊരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം ഈ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി അല്ലെങ്കിൽ ചോർത്തി എന്ന് പറയുന്ന ചോദ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകി പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഈ 2 അധ്യാപകരാണ്. ആദ്യം ഷുഹൈബ് ചോദ്യം പറയുന്നു, പിന്നെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വശങ്ങളിലേക്ക് ഈ 2 അധ്യാപകർ കടക്കുന്നു. അങ്ങനെയാണ് 3 പേരെ മൊഴിയെടുക്കലിന് ഹാജരാവാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ചോർച്ച സംഭവിച്ചു എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി, യൂട്യൂബ് ചാനൽ വഴി വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ച 2 അധ്യാപകരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഷുഹൈബിലേക്ക് എത്താനുള്ള ദൂരം കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ, അതായത് ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരാണ് ചോർത്തിയതെങ്കിൽ അതിൽ ഈ 2 അധ്യാപകർക്ക് സ്വാഭാവികമായിട്ട് പങ്കുണ്ട് എന്നൊരു സംശയം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം ഈ 3 പേരും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംഘത്തിന് സംശയമാണ്. അതെന്തായാലും മൊഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. കൃഷ്ണരാജ്, എന്തായാലും ഇതിന് മൊഴിയെടുപ്പ് ആവശ്യമാണ്. കൂടുതൽ പേര് ഇതിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഷുഹൈബിലേക്കുള്ള ദൂരം ഇനി എത്രയാണ് എന്നുള്ള കാര്യം കൂടെ നോക്കണം. ഇപ്പോൾ 2 പേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. പ്രതിഷേധം ശക്തമായിട്ടും മുകേഷിന്റെ രാജി ആവശ്യപ്പെടാതെ CPM. പാർട്ടി നീക്കം കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം ഒഴിവാക്കാനാണ്. സംസ്ഥാന സമ്മേളനം അടുത്ത സാഹചര്യത്തിൽ മറ്റു ചർച്ചകളിലേക്ക് വഴിമാറേണ്ടെന്നും പാർട്ടി വിലയിരുത്തുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഈ വല്ലാതെ ന്യായീകരിക്കുന്നുണ്ട് MV ഗോവിന്ദൻ, P സതീദേവി, ശ്രീമതി ടീച്ചർ അടക്കമുള്ളവർ. മറുവശത്ത് കൊല്ലം ജില്ലാ നേതൃത്വത്തിന് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളിൽ നിന്നൊക്കെ മുകേഷിനെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് താങ്ങാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് മാത്രമോ CPM ഇങ്ങനെ ഒരു മൃദു സമീപനം കാണിക്കുന്നത്?
അതിൽ കഴിഞ്ഞ കുറച്ച് കാലത്തെ മുകേഷുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ എടുക്കണം. 2016-18 കാലത്തും സമാനമായ ചില വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാട് CPM എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകുകയെന്ന നയസമീപനവും CPM സ്വീകരിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഈ കോടതി തീരുമാനം വരുന്നവരെങ്കിലും മുകേഷിനെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ് ഈ പുതിയ നിലപാടിൻ്റെയും ഭാഗമായി, അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും CPM സ്വീകരിക്കുന്നത്. താൽക്കാലികമായി മുകേഷിനെതിരെ മറ്റ് നടപടികളിലേക്ക്, പ്രത്യേകിച്ച് രാജി ആവശ്യപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് CPM പോകുന്നില്ല. ഒന്ന്, ഇത്തരത്തിൽ ഒരു സീറ്റ് നഷ്ടമാകുന്നത്, രണ്ട്, മുകേഷിനെ സംരക്ഷിച്ചു നിർത്തുന്നത്, ഇത് രണ്ടും പാർട്ടിക്ക് അനിവാര്യമാണെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന നേതാക്കന്മാരുടെ എല്ലാവരുടെയും പ്രതികരണം. ഇതിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് കൊല്ലം നിയമസഭാ സീറ്റ് തന്നെയാണ്. ഈ സീറ്റിൽ ഇനി CPM-നായി ആര് മത്സരിച്ചാലും വിജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് CPM ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഒക്കെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വ്യക്തമായി ജനങ്ങൾ അതിനുള്ള മറുപടി നൽകിയതാണ്. മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളടക്കം മുകേഷ് സ്വീകരിച്ച നിലപാടുകൾ, അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ, പരാമർശങ്ങൾ, ഇതൊക്കെ മണ്ഡലത്തിൽ വലിയ രീതിയിൽ ജനവികാരം എതിരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനടി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ജയിച്ചു കയറുക സാധ്യമല്ല എന്നുള്ള ബോധ്യം അത് CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മുകേഷിന്റെ രാജി ആവശ്യപ്പെടാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് CPM കാണുന്നത്. അതോടൊപ്പം തന്നെയാണ് കാലങ്ങളായി CPM-ന് നിന്നുള്ളിൽ നിന്നും മുകേഷിന് ഒരു സംരക്ഷണ കവചം തീർത്തിട്ടുണ്ട്. അത് ജില്ലയിലെ ജില്ലാ നേതൃത്വങ്ങൾ വരെ എതിർത്തിട്ട് കൂടി മുകേഷിന് വീണ്ടും സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. പ്രത്യേകിച്ച് ആരാണ് മുകേഷിന് സീറ്റ് നൽകിയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ജില്ലാ സമ്മേളനത്തിലടക്കം പ്രതിനിധികൾ ഉയർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വലിയ വിമർശനമാണ് മുകേഷിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിൽ ഉയർന്നത്, അല്ലെങ്കിൽ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചെയ്തികൾ, വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ ജില്ലാ തലത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരുമ്പോഴും മുകേഷിനെ പൊതിഞ്ഞു പിടിക്കുന്നത് സംസ്ഥാന നേതൃത്വമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു ഇക്കാര്യങ്ങൾ. അതിനുശേഷമാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് മുകേഷിനെ ഇനി പാർട്ടി പരിപാടികളിൽ തൽക്കാലം പങ്കെടുപ്പിക്കേണ്ടതില്ല. പക്ഷേ MLA എന്ന നിലയിലുള്ള പരിപാടികളിൽ, പൊതുപരിപാടികളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാം. പക്ഷേ CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വേദികളിൽ മുകേഷ് തൽക്കാലം പങ്കെടുക്കേണ്ടതില്ല. പോസ്റ്ററുകളിൽ പോലും തൽക്കാലം അദ്ദേഹത്തിന് മുഖം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ജില്ലാ നേതൃത്വം പോയിരിക്കുന്നു. അവർ അത് കൃത്യമായി സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രണ്ട് രീതിയിലുള്ള കാര്യങ്ങളും ഈ രീതിയിൽ മുകേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട മുകേഷിനെതിരായ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വശത്ത് CPM സംരക്ഷണ കവചമൊരുക്കുന്നു, മറുവശത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും CPM-നെ വല്ലാതെ അലട്ടുന്നുണ്ട്. കൃഷ്ണരാജ്. മുകേഷിനെ ചേർത്ത് പിടിക്കുകയാണ് പാർട്ടി. തൽക്കാലം അവിടെ നടപടിയൊന്നും എടുക്കേണ്ട എന്ന് തീരുമാനിക്കും. പക്ഷേ കൊല്ലം ജില്ലാ നേതൃത്വം മുകേഷിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പ്രഖ്യാപിത വിലക്കാണ് ഏർപ്പെടുത്തിയത്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നമ്മൾ പാലക്കാട്ടേക്ക് പോവുകയാണ്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. കൊലപാതകത്തിന് ആയുധം വാങ്ങിയ എലവഞ്ചേരിയിലാണ് തെളിവെടുപ്പ്. അയൽവാസി പുഷ്പയെ കൊല്ലാൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ടെന്ന് ചെന്താമര ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരികയാണ് ചെന്താമരയെ. ഈ എലവഞ്ചേരിയിൽ ആയുധം വാങ്ങിയ സ്ഥലത്തടക്കം, കൊലപാതകത്തിന് വേണ്ടി ആയുധം വാങ്ങിയ സ്ഥലത്തടക്കം തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. നേരത്തെ അന്ന് അറസ്റ്റിലായ സമയത്ത് തന്നെ ജനങ്ങളുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇന്നും സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നത്? ഒപ്പം എത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? രജനി, പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യത നന്നേ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് 500-ലേറെ പോലീസുകാരുടെ സുരക്ഷയ്ക്ക് അവരെ വിന്യസിച്ചിരുന്നു. തുടർന്നാണ് ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെളിവെടുപ്പ് നടത്തിയത്. ഏകദേശം അരമണിക്കൂർ നേരമായിരുന്നു പോത്തുണ്ടിയിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തിയത്. ഇന്ന് ഏതായാലും ഈ ആയുധം വാങ്ങിയ കൊല്ലങ്കോടിനടുത്തുള്ള എലവഞ്ചേരി എന്ന ഭാഗത്ത്, അവിടെ നിന്നാണ് ഈ കൊടുവാൾ വാങ്ങിയിട്ടുള്ളത്, അവിടെയും തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴേതായാലും പ്രതി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെയുണ്ട്. അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിനിടെ ചെന്താമര പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഈ തെളിവെടുപ്പ് സമയത്ത് തന്നെ വളരെ രൂക്ഷമായിട്ട് ഈ ചെന്താമര നോക്കുന്നുണ്ടായിരുന്നു ഈ തെളിവെടുപ്പിനിടയിൽ എന്നുള്ളത് അയൽവാസിയായ പുഷ്പ പ്രതികരിച്ചിരുന്നു. ഏതായാലും ആ പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ കടുത്ത
നിരാശ തനിക്കുണ്ട് എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിനിടെ ചെന്താമര പറഞ്ഞിരിക്കുന്നത്. ഈ പുഷ്പയും തൻ്റെ കുടുംബം തകരുന്നതിന് കാരണക്കാരിയാണ്. തൻ്റെ ഭാര്യയോട് പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് തൻ്റെ കുടുംബം ഇത്തരത്തിൽ ശിഥിലമാക്കിയത് പുഷ്പയും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ പുഷ്പയെ കൊലപ്പെടുത്തണം എന്നുള്ളതായിരുന്നു തൻ്റെ ചിന്ത. പക്ഷേ തനിക്കതിന് കഴിഞ്ഞില്ല. ഇനി ഏതായാലും തനിക്ക് പരോളൊന്നും വേണ്ട എന്ന തരത്തിലും പ്രതി ചെന്താമര പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചെന്താമരയുടെ ഉള്ളിൽ ആ പക വലിയ രീതിയിലുണ്ട് എന്നുള്ളതാണ്. അയൽവാസികളായ ഓരോരുത്തരെയും വകവരുത്തുക എന്നുള്ളതാണ് ചെന്താമര ലക്ഷ്യമിട്ടിരുന്നത്, അതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത് ആ പ്രതിയെ പോലീസ് ഇപ്പോഴും കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പ്രതി ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. കാരണം പല സമയത്ത് നേരത്തെ പലതും വിട്ടു പറഞ്ഞിരുന്നില്ല. അതായത് ആദ്യം അറസ്റ്റിലായ സമയത്ത് കൊലപാതകം നടത്തിയതിൽ ഒരു പശ്ചാത്താപമോ അല്ലെങ്കിൽ മറ്റൊന്നും പ്രതി പ്രകടിപ്പിച്ചിരുന്നില്ല. അരുൺ, ഈ പുഷ്പയെ കൊല്ലാനാകാത്തതിൽ നിരാശയുണ്ടെന്ന് പറഞ്ഞല്ലോ ചെന്താമര. ഇതേ പുഷ്പയാണോ ഇന്നലെ പ്രതികരണവുമായി വന്നത്? അതായത് തെളിവെടുപ്പിനിടെയും തനിക്ക് നേരെ കൊല്ലുമെന്ന ആംഗ്യം കാട്ടിയെന്ന്. തീർച്ചയായിട്ടും ഈ തെളിവെടുപ്പ് സമയത്ത് ഈ ചെന്താമരയുടെ വീടിൻ്റെ നേരെ മുൻവശത്തുള്ള വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ് പുഷ്പ. അവിടുത്തെ താമസിക്കുന്നതിന് തന്നെ താൻ ഇവിടെ വീടൊക്കെ വിറ്റ് പോവുകയാണ്, ഇനി ചെന്താമര എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ തന്നെ കൊല്ലുമെന്ന് വലിയ ഭയമുണ്ട് എന്നൊക്കെ നേരത്തെ ചെന്താമര നമ്മൾ ജനം ടി വിയോട് ഉൾപ്പെടെ പുഷ്പ നമ്മൾ ജനം ടി വിയോട് ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. അവരെ തന്നെയാണ് താൻ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ നിരാശയുണ്ട് എന്ന് ഈ ചെന്താമര ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ചെന്താമരയുടെ വീടിൻ്റെ മുൻവശത്തെ ഇടതുവശത്തായിട്ട് വീട്ടിലാണ് സജിതയും അതുപോലെ തന്നെ സുധാകരനും ലക്ഷ്മിയും കൊല്ലപ്പെട്ടിട്ടുള്ള അവർ താമസിച്ചിരുന്നത്. അതിൻ്റെ തന്നെ തൊട്ടിപ്പുറത്തുള്ള, അതായത് ചെന്താമരയുടെ നേരെ മുൻവശത്തെ വീട്ടിലാണ് ഈ പുഷ്പയുടെ വീട്. ഈ രണ്ട് വീട്ടിലുള്ള ആളുകളും തൻ്റെ കുടുംബം, അതായത് ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോകുന്നതിന് കാരണക്കാരായിട്ടുണ്ട് എന്നുള്ളതാണ് ചെന്താമര ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ആദ്യം സജിതയെ കൊലപ്പെടുത്തുന്നതും അതിൻ്റെ തുടർച്ചയായി സജിതയുടെ ഭർത്താവായ സുധാകരനെ കൊലപ്പെടുത്തുകയും അതിനുശേഷം സജിതയുടെ അമ്മായിയമ്മയായ ലക്ഷ്മിയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇവർക്കൊപ്പം തന്നെ ഈ പുഷ്പയും തൻ്റെ കുടുംബത്തെ ഭാര്യയോടൊക്കെ തന്നെക്കുറിച്ച് പലതും പറഞ്ഞ് തൻ്റെ കുടുംബം ഇത്തരത്തിൽ ശിഥിലമാക്കുന്നതിന് കാരണക്കാരിയായിട്ടുണ്ട് എന്നുള്ളതാണ് ചെന്താമര വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുഷ്പയെ കൂടി കൊലപ്പെടുത്തണമെന്ന് ഇയാൾ പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ തനിക്ക് ഈ പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഈ പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്ത് ചെന്താമര പറഞ്ഞിരുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയതിൽ നിരാശയല്ല, മറിച്ച് തനിക്ക് വലിയ സന്തോഷമാണ് ഉള്ളത് എന്നുള്ളതായിരുന്നു ഇയാൾ പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിലാണ്, ഈ പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ വലിയ നിരാശയുണ്ട് എന്നുള്ളതാണ്. അതേസമയം താൻ ചെയ്തത് വലിയ തെറ്റാണ് എന്നും ചെന്താമര ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറയുകയുണ്ടായി എന്നുള്ളതാണ്. ശരി, എന്തായാലും ഇന്നും ചെന്താമരയുമായിട്ട് തെളിവെടുപ്പ് നടത്തും. ഈ എലവഞ്ചേരിയിലെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ വാങ്ങിയ സ്ഥലത്താണ് തെളിവെടുപ്പ് നടത്തുന്നത്. നമുക്കിപ്പോൾ പറയേണ്ടത്, കാരണം ഇപ്പോൾ ഈ സമൂഹം മാറിയിരിക്കുന്നത് ഒരു കള പിഴുതെറിയുന്ന രീതിയിൽ മനുഷ്യരെ കൊല്ലുമെന്നൊക്കെ തന്നെ പറയുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോക്ക്? കൊല്ലാൻ പേടിയില്ലാത്തവരുടെ കാലം. നെഞ്ചിന് ചവിട്ടി പോലീസുകാരനെ കൊല്ലുകയാണ്. അപ്പോൾ ആ ചവിട്ട് കൊല്ലാൻ വേണ്ടിയാണ്, അത്രയ്ക്ക് ഉറച്ച കരുത്തുള്ള ഒരു ചവിട്ടാണ്. അപ്പോൾ ആർക്കും പേടിയില്ലാതായിരിക്കുന്നു. ഇന്ന് ഇപ്പോൾ പറഞ്ഞ ഇനി എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ താല്പര്യമില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് പുഷ്പ രക്ഷപ്പെട്ടു എന്നാണ് ചെന്താമര പറഞ്ഞത്. മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ് പുതിയ കാലത്ത് എന്ന് ഓർക്കണം. ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ. കോഴിക്കോട് നടുവട്ടത്തെ തസ്സരയിൽ നടക്കുന്ന അന്താരാഷ്ട്ര കൈത്തറി ശില്പശാല ശ്രദ്ധേയമാവുകയാണ്. 21 രാജ്യങ്ങളിൽ നിന്നുള്ള 50 കലാകാരന്മാരടക്കം നിരവധി പേരാണ് മേളയിൽ പാരമ്പര്യ തനിമയുടെ മികവ് തീർക്കുന്നത്. നടുവട്ടത്തെ ഏക്കറു കണക്കിന് വിസ്തൃതിയുള്ള വടക്കിനിയടത്ത് പറമ്പ് ഇപ്പോൾ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും സ്വന്തം ഭൂമികയാണ്. അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, കാനഡ, ഇറ്റലി തുടങ്ങി 21 രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരാണ് തസരയിൽ വിസ്മയം തീർക്കുന്നത്. ഇതിൽ 40 പേരും വനിതകളാണ്. ഒപ്പം മലയാളി തനിമയുള്ള കലയും കലാകാരന്മാരുമുണ്ട്. അതിഥികൾക്കൊക്കെയും നിറഞ്ഞ സന്തോഷം. I came here because everything is different. Very much kind of artists, different countries, and their jobs great. We are living here very happy.
കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും കുറച്ചൊന്നുമല്ല വിരുന്നുകാരെ അതിശയപ്പെടുത്തുന്നത്. I love Kerala peoples. Second time I was here. I love Sutra family. It's very nice place for me. I'm a professional art painter, and then do the triangles. When look my art working, they movie. കൈത്തറിയുടെ പാരമ്പര്യവും തനിമ ചോരാത്ത ശാസ്ത്രീയതയും സമന്വയിച്ച തസരയിൽ ഇത് 35ാം തവണയാണ് മേള നടക്കുന്നത്. സൂത്ര 2025 എന്നാണ് മേളയുടെ പേര്. പുതുതലമുറ ഇതുപോലുള്ള ഇന്ത്യൻ ട്രഡീഷണൽ ക്രാഫ്റ്റുകളുടെയും ആർട്ടുകളുടെയൊക്കെ പ്രവാചകരായിട്ട് മാറണം. പുതിയ യുഗത്തിലേക്ക് പറ്റുന്ന സാധനങ്ങൾ അവരുണ്ടാക്കണം. അത് കഴിയുന്നത്ര എക്സ്ക്ലൂസീവ് ആയിരിക്കണം. ഒന്നിലൊരു പീസ് മതി. വി ആർ ട്രൈങ് to avoid the division between craft people and designer. I don't know whether it is a crazy idea, but that's the only way out. നിറക്കൂട്ടുകളിൽ കലാകാരന്മാർ ഒരുക്കുന്ന മനോഹര ചിത്രങ്ങൾക്കായി ചിത്രശാലയുമുണ്ട്. വിവിധ കലാപരിപാടികളും സൂത്രയുടെ ഭാഗമാണ്. തനിമയും പൊലിമയും ഇഴചേർന്ന മേള ഈ മാസം 15 വരെ നീണ്ടു നിൽക്കും. കരവിരുതിന്റെ വിസ്മയം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് തസ്ര. വിദേശത്തെയും സ്വദേശത്തെയും പാരമ്പര്യ തനിമയെ അടുത്തറിയാൻ നിരവധി പേരാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. പാലത്തിനായി നിവേദനങ്ങൾ നൽകി മടുത്തവർ ഒടുവിൽ സ്വയം പാലം നിർമ്മിച്ചു. മലപ്പുറം നിലമ്പൂർ കവളപ്പൊയ്ക ഇല്ലിക്കാട് പാലമാണ് നാട്ടുകാർ താൽക്കാലികമായി നിർമ്മിച്ചത്. 4 പതിറ്റാണ്ടായി കവളപ്പൊയ്ക ഇല്ലിക്കാട് പാലം വേണമെന്നത് നാട്ടുകാരുടെ ആവശ്യമായിരുന്നു. എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിട്ട ഈ ആവശ്യത്തോട് അധികാരികൾ പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. 2 പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. ഒടുവിൽ ഇല്ലിക്കാട് പാലം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു താൽക്കാലിക പാലം നിർമ്മാണം. ഈ പ്രദേശവാസികൾക്ക് ഇന്ന് അടുത്തുള്ള എടക്കര പട്ടണത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ 5 കിലോമീറ്റർ ചുറ്റിവളഞ്ഞു വേണം പോകാൻ. പക്ഷേ മാറി മാറി വരുന്ന ജനപ്രതിനിധികളും സർക്കാരുകളും അവർ വാഗ്ദാനങ്ങൾ, തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വാഗ്ദാനങ്ങൾ നടത്തും. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നതിനാൽ ഈ വാഗ്ദാനങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന ഒരു നിലപാടാണ്. ഏകദേശം 500ഓളം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് മഴക്കാലമായാൽ പുഴകളാൽ ചുറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഒരു സ്ഥലമായി മാറും. ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്തിനടുത്തുള്ള എടക്കര പട്ടണവുമായി ബന്ധപ്പെടുത്താൻ 5 കിലോമീറ്റർ ചുറ്റിവളഞ്ഞു വേണം പോകാൻ. പക്ഷേ എല്ലാ വർഷവും വേനൽക്കാലം ആകുമ്പോൾ നാട്ടുകാരും ഒക്കെ ചേർന്ന് ശ്രമദാനപരമായിട്ട് ഇത്തരമുള്ള താൽക്കാലിക പാലങ്ങളുണ്ടാക്കും. ഇവിടെ പാലം ആക്ഷൻ കൗൺസിലിൻ്റെ പേരിലാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇവിടെ പാലം നിർമ്മിക്കുന്നത്. പാലം ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരാണ് ഈ ശ്രമദാനത്തിന് നേതൃത്വം നൽകുന്നത്. സമീപത്തെ പ്രധാന നഗരമായ എടക്കരയിലെത്താൻ കവളപ്പൊയ്ക നിവാസികൾക്ക് 5 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കണം. വേനൽക്കാലത്ത് പ്രദേശവാസികൾ താൽക്കാലിക പാലം നിർമ്മിക്കാറുണ്ടെങ്കിലും മഴക്കാലത്ത് ഇത് തകരും. വീണ്ടും നാട്ടുകാരുടെ യാത്രാദുരിതം കടുക്കും. ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, മലപ്പുറം. ഇനി ബാലരാമപുരത്തെ ദേവേന്ദ്രന്റെ കൊലപാതകം സംബന്ധിച്ചുള്ള വാർത്ത ഇപ്പോഴും ദുരൂഹതകൾ ഏറെ നിലനിൽക്കുന്നുണ്ട്. പ്രതി ഹരികുമാറിനെ ഇന്ന് പോലീസ് തെളിവെടുപ്പിന് എത്തിക്കും. 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ഹരികുമാറിന്റെ മനോനില പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ അമ്മ ശ്രീധുവിനായി ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ശ്രീധുവിനെതിരെ പരാതി നൽകിയ ആളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ നൽകാനായിട്ട് പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഒരുപാട് ചോദ്യങ്ങളൊക്കെ തന്നെ പോലീസ് ചോദിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ഹരികുമാർ ഉറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രീധുവിൻ്റെ പരാതി, ശ്രീധുവിന് ഇത്തരത്തിൽ തട്ടിപ്പ്, ജോലി കൊടുത്ത് തട്ടിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ഈ വിഷയത്തിൽ ചുരുളഴിയാൻ ഏറെ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇന്ന് ഹരികുമാറിനെ കസ്റ്റഡിയിൽ തെളിവെടുപ്പിന് എത്തിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ കൊലപാതകത്തിന് കാരണം എന്താണ് എന്ന് പോലീസിന് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുതന്നെയാണ് കാരണം ഹരികുമാറിനെ ഇന്ന് തെളിവെടുപ്പിനെത്തിക്കുമ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ബാക്കിയായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലടക്കം ചോദ്യം ചെയ്ത കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന് മുൻപിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയ ഹരികുമാറിനെ ഇന്നലെ മനോനില പരിശോധനകൾക്കും പോലീസ് വിധേയമാക്കിയിരുന്നു. അങ്ങനെ സർവ്വതലത്തിലുള്ള പരിശോധനയുമായി മുന്നോട്ട് കൊണ്ടുപോകുക. ഇതിൻ്റെ ഒരു കൃത്യമായ മോട്ടീവ്, അത് ഹരികുമാർ പറയുന്നതിനപ്പുറത്തേക്ക് മറ്റു ചില കാരണങ്ങൾ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് പോലീസ് ശ്രമിച്ചുകൊണ്ട്
നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിക്ക് മാനസിക അസ്വസ്ഥമില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ വിദഗ്ധ പരിശോധന റിപ്പോർട്ട് ഉടൻ കോടതിക്ക് കൈമാറും. ഇന്ന് പ്രതിയെ സംഭവം സ്ഥലത്തേക്ക് നടന്ന സ്ഥലത്തേക്ക് എത്തിക്കുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തെളിവെടുപ്പിന് സാഹചര്യം ഉണ്ടാകും. ശേഷം കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെയാണ് കുട്ടിയുടെ അമ്മ ശ്രീധുവിന് വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചതിലുമൊക്കെയുള്ള വ്യക്തതകൾ പോലീസ് വരുത്തുന്നുണ്ട്. എന്തായാലും ഈ ശ്രീധുവിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനും പോലീസിൽ ഉടൻ ശ്രമം ആരംഭിക്കുന്നുണ്ട്. അത് മറ്റൊരു കേസാണ്, നമുക്ക് കൃത്യമായി അറിയാം. ഇതിൻ്റെ ഈ ദേവദത്തൻ്റെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോഴാണ് ശ്രീധു ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകളെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. നിരവധി ആളുകളെ ശ്രീധു തട്ടിപ്പിനിരയാക്കി എന്നതിനുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്നതിന് ഇക്കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ശ്രീധുവിനായി നടക്കുന്ന കസ്റ്റഡി അപേക്ഷയിലൂടെയും പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് ഹരികുമാറിൻ്റെ തെളിവെടുപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഹരികുമാറിനെ തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ പ്രദേശത്തെ ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷ സാധ്യതകളോ നാട്ടുകാരുടെ പ്രതിഷേധങ്ങളോ തുടങ്ങിയിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രമായിരിക്കും തെളിവെടുപ്പ് നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുക. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടുകളുടെ കാരിയർമാരായി ബംഗ്ലാദേശികളുണ്ടെന്ന് സംശയം. പണമുണ്ടാക്കാൻ ഏത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തയ്യാറായാണ് ബംഗ്ലാദേശികൾ എത്തിയതെന്ന് പോലീസ് പറയുന്നു. പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്യും. ഇതിനൊപ്പം ലഹരി ഇടപാടുകളുടെ പ്രധാന കണ്ണികളായി മാറുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, ഈ ബംഗ്ലാദേശികൾ ഒരു വലിയ പ്രശ്നമായി മാറുകയാണ്. അനധികൃതമായി എത്തിയ ശേഷം നേരാംവണ്ണം ജീവിക്കാതെ ക്രൈമായി മാറുക, അതായത് ലഹരി ഇടപാടുകളിൽ പോലും കാരിയർമാരായി വാഹകരായി മാറുന്ന ഒരു പ്രവണത. എന്താണ് വിവരങ്ങൾ? കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു പ്രശ്നമായി സംസ്ഥാനത്ത് ബംഗ്ലാദേശികളുടെ എണ്ണം അനുദിനം കൂടുന്നു. നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശികളുടെ മാത്രമല്ല, അവരുടെ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരായിരുന്നു മുൻപ് എന്നത് മാത്രമല്ല, ഇവിടെ എത്തുമ്പോഴും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളുടെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിൽ വിശദമായൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് വലിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ചാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറി ഇവിടെ എത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് കൃത്യം നടത്തിയാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും പണമുണ്ടാക്കാൻ തയ്യാറായി വരുന്നു. അവരെ കൃത്യമായി തന്നെ ലഹരി മാഫിയയും ലഹരി സംഘങ്ങളും ഉപയോഗപ്പെടുത്തുന്നു എന്നത് തന്നെയാണ്. കാരണം നിലവിൽ പിടിയിലായവരുടെ പശ്ചാത്തലം അടക്കം പ്രാഥമികമായി പരിശോധിച്ചിരുന്നു എങ്കിൽ അതിൽ കൂടുതൽ ഇപ്പോഴും പുറത്തുള്ള നിരവധി ആളുകൾ, നൂറുകണക്കിന് ബംഗ്ലാദേശികൾ ഇപ്പോഴും എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ മാത്രം പെരുമ്പാവൂരിലും ആലുവയിലും എല്ലാമായി തങ്ങുന്നുണ്ട്. ഇവരിൽ നിരവധി കരിയർമാരുണ്ട് എന്ന സൂചന മറ്റു ചില ഇതര സംസ്ഥാന വിവിധ ഭാഷാ തൊഴിലാളികളെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന് തന്നെയാണ് എറണാകുളം റൂറൽ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം സാധാരണ ഇവർ ഏജന്റുമാർ ഇവിടെ എത്തിച്ചപ്പോൾ മറ്റു ജോലികൾക്ക് നിയോഗിക്കുക എന്നത് മാത്രമല്ല, ഇതര ഭാഷാ തൊഴിലാളികൾ സാധാരണ ഇവിടെ എത്തി ചെയ്യാറുള്ള മറ്റു കൂലിവേല ഉൾപ്പെടെയുള്ള ജോലികളിൽ മാത്രമല്ല ഇത്തരത്തിൽ നുഴഞ്ഞുകയറി എത്തുന്ന ബംഗ്ലാദേശികൾ വ്യാപൃതരാകുന്നത്. അവർ പല ഘട്ടങ്ങളിലും കഞ്ചാവ്, മറ്റ് ലഹരി വസ്തുക്കൾ, സിന്തറ്റിക് ലഹരി എന്നിവയുടെ എല്ലാം തന്നെ ഉപഭോക്താക്കളായി, അത് ഉപയോഗിക്കുന്ന ആളുകളായി മാറുന്നതിനൊപ്പം തന്നെ അതിൻ്റെ കരിയർമാരും ഒപ്പം തന്നെ അതിൻ്റെ വലിയ ഒരു ഇടനിലക്കാരും എല്ലാമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനകൾ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ മേഖലകളിലെല്ലാം തന്നെ നടന്നിട്ടുള്ള പരിശോധനകളിൽ ഈ വിവിധ ഭാഷാ തൊഴിലാളികൾ തങ്ങുന്ന കേന്ദ്രങ്ങളിൽ അവരുടെ തന്നെ കൈവശം സൂക്ഷിച്ചിരുന്ന വലിയ അളവിലുള്ള ലഹരി വസ്തുക്കൾ അന്വേഷണ സംഘങ്ങൾ പിടികൂടിയിരുന്നു. എക്സൈസും പോലീസും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് വരും വാർത്തകളിൽ വിശദമായി നൽകാം എന്ന് കരുതുന്നു. ഏതായാലും ബംഗ്ലാദേശികൾ, ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ഈ ലഹരിയുടെ കണ്ണികളായി മാറുന്നു, വാഹകരായി മാറുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ജിജീഷ് കരുണാകരൻ റിപ്പോർട്ട് ചെയ്തത്. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം SK ആശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രവി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹോസ്പിറ്റൽ മെമ്പർ ഓഫ് മാനേജ്മെന്റ് CS പിള്ള, അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ശ്യാം സുന്ദർ, ചീഫ് കോർഡിനേറ്റർ കേണൽ ഷാലിമോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണനുണ്ണി എന്നിവർ ക്യാൻസറിനെ പറ്റി ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ബോധവൽക്കരണ സ്കിറ്റും നടത്തി. ഇപ്പോൾ വാർത്തകൾ ഒരുപാടായി. ഈ കുംഭമേളയിലേക്ക് വിശ്വാസികൾ, ഭക്തരൊക്കെ പ്രവഹിക്കും പോലെ വാർത്തകളുടെ ഒരു പ്രവാഹമായിരുന്നു കഴിഞ്ഞ 2 മണിക്കൂറിൽ. ഏതായാലും പുത്തമ്പുലരി അവസാനിപ്പിക്കാൻ സമയമായി. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം, അതിൻ്റെ തുടർച്ച ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി
ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു. പുത്തൻ പുലരി പൂർണ്ണമാകുന്നു. നമസ്തേ. നമസ്തേ.